ഈ സമയത്ത് മജ്നുവിന് എന്ത് സംഭവിച്ചോ എന്ന് നോക്കാം. മജ്നു താമസിക്കാൻ തെരഞ്ഞെടുത്ത വനഗുഹ നൗഫൽ എന്ന രാജകുമാരന്റെ രാജ്യത്തിന് കീഴിലായിരുന്നു. യുദ്ധത്തിൽ കാണിച്ച ധീരത നിമിത്തം സൈന്യധ്വംസി എന്ന പേരിലാണ് അയാൾ അറിയപ്പെട്ടിരുന്നത്. അയാൾ ശത്രുക്കൾക്ക് കട്ടിയിരുമ്പും പ്രിയപ്പെട്ടവർക്ക് വെണ്ണക്കട്ടിയുമായിരുന്നു. യുദ്ധത്തിൽ സിംഹം, പ്രണയത്തിൽ കലമാൻ, രണ്ടിലും അയാളുടെ പ്രശസ്തി ലോകമെങ്ങും നിറഞ്ഞു നിന്നു. ഒരു ദിവസം സഹചാരികളോടൊപ്പം അയാൾ വേട്ടയ്ക്ക് പുറപ്പെട്ടു. വനപ്രദേശത്തോട് കൂടുതൽ അടുക്കും തോറും അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരുന്നു. വേട്ടക്കാരുടെ കണ്ണുകൾ ഇരകളെ മാത്രം തിരഞ്ഞു. വേഗതയേറിയ ചില മാനുകളും കാട്ടുകഴുതകളും മലയിടുക്കിലെ ഒളിസങ്കേതത്തിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ നൗഫലും കൂട്ടരും അവയെ പിന്തുടർന്നു. പെട്ടെന്ന് ആ ശക്തനായ യോദ്ധാവ് തന്റെ കുതിരയെ കടിഞ്ഞാൺ വലിച്ചു നിർത്തി. എന്താണ് സംഭവിച്ചത്? കുറച്ചപ്പുറത്ത് ഒരു ഗുഹാ കവാടത്തിൽ പാതി ഇരുട്ടിൽ 2-3 മൃഗങ്ങൾ ചുരുണ്ടുകൂടിയിരിക്കുന്നു. അവയുടെ പള്ള തള്ളുന്നുണ്ട്. വേട്ടക്കാരൻ തന്റെ അമ്പും വില്ലും പൊടുന്നനെ താഴേക്കിട്ടു. അത്ഭുതത്തോടെ ഗുഹക്കുള്ളിലേക്ക് നോക്കി. ഒരു കരിമാനും പിറകിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവി. പാറയുടെ ഇടുക്കിലേക്ക് പതുങ്ങിയൊതുങ്ങാൻ ശ്രമിച്ച ആ ജീവി നഗ്നനും ഉപയോഗശൂന്യനുമായിരുന്നു. കയ്യും കാലും മുള്ളുകൊണ്ട് ആകെ കോറിയിട്ടുണ്ട്. നീണ്ട മുടിച്ചുരുൾ തോളിലേക്കും കുഴിഞ്ഞ കവിളിലേക്കും ചിതറി വീണിരുന്നു. ഒരു മൃഗമോ മനുഷ്യജന്മമോ? ഒരു കിരാതൻ ചത്ത് പിശാചായ രൂപമോ? ആ ജീവി പക്ഷെ പൊട്ടിക്കരയുകയായിരുന്നു. ഭയം സഹതാപത്തിന് വഴിമാറി. കുതിരപ്പുറത്തിരുന്നു തന്നെ തിരിഞ്ഞ് തന്റെ ആളുകളോട് നൗഫൽ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദൈന്യജീവിയെ പരിചയമുണ്ടോ? തീർച്ചയായും, ഞങ്ങൾ അവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പല ശബ്ദങ്ങൾ ഒന്നിച്ചു മറുപടി പറഞ്ഞു. അവനെക്കുറിച്ച് കൂടുതൽ അറിയാം എന്ന് തോന്നിച്ച ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം മൂലമാണ് അയാൾ ഇങ്ങനെയായി തീർന്നത്. ശരിക്കും ഒരു വിഷാദ രോഗി, ഭ്രാന്തൻ. തന്റെ കൂട്ടുകാരെയൊക്കെ വിട്ട് ഈ മരുഭൂമിയിലായി താമസം. തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി രാവും പകലും അയാൾ കവിതകൾ രചിക്കുന്നു. പ്രക്ഷുബ്ധമായ ഒരു കാറ്റ് കടന്നുപോയാൽ, ഒരു മേഘമെങ്ങാനും ആകാശത്തിലൂടെ നീങ്ങിയാൽ അതെല്ലാം പ്രിയതമയുടെ സന്ദേശങ്ങളാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. അവളുടെ ഗന്ധം തനിക്ക് വലിച്ചെടുക്കാനാകുമെന്ന് അയാൾ കരുതുന്നു. കാറ്റോ കാർമുകിലോ അവളുടെ അരികിൽ എത്തിച്ചേക്കുമെന്ന് കരുതിയാണ് കവിതകൾ അയാൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്കിവിടെ ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കാനാകും? നൗഫൽ സംശയം പ്രകടിപ്പിച്ചു. ഓ, അവനെ കാണാൻ ആളുകളൊക്കെ വരാറുണ്ടെന്നേ അയാൾ പറഞ്ഞു. ചിലർ വളരെ ദൂരത്ത് നിന്ന് കഷ്ടപ്പാടുകൾ സഹിച്ച് അവന്റെ അടുത്തെത്തുന്നു. അവനെ കണ്ടേ മടങ്ങൂ എന്ന് കരുതി വരുന്നവർ ഭക്ഷണവും വെള്ളവും മാത്രമല്ല, ചിലപ്പോൾ വീഞ്ഞും അവന് കൊടുക്കാറുണ്ട്. പക്ഷേ അവന്റെ കൈക്കലൊക്കെ കണക്ക് തന്നെ. ആരെങ്കിലും വീഞ്ഞ് നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചാൽ നുണയുന്നത് അവളെ ഓർത്താണ്. അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവൾക്ക് വേണ്ടി മാത്രമാണ്. നൗഫൽ ഓരോ വാക്കും വളരെ ശ്രദ്ധയോടെയാണ് കേട്ടത്. അവയോരോന്നും മജ്നുവിനോടുള്ള കനിവ് അയാളുടെ ഉള്ളിൽ ഇരട്ടിപ്പിച്ചു. വേട്ടക്കാരൻ തന്നെ മറന്നുപോയി. സത്യത്തിൽ ആശ്ചര്യപ്പെട്ട് അയാൾ പറഞ്ഞു, മനം കലങ്ങിയ അയാളെ സഹായിക്കുക എന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വിലപ്പെട്ട പ്രവൃത്തിയല്ലേ? തലതിരിഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയാഭിലാഷം സാധിച്ചു കൊടുക്കുന്നതിൽ അയാളെ സഹായിക്കുക. ഇത്രയും പറഞ്ഞ് തന്റെ ലക്ഷണമൊത്ത കുതിരയുടെ പുറത്തു നിന്ന് അയാൾ ചാടിയിറങ്ങി. ഉടൻ തന്നെ ഒരു കൂടാരം ഉയർത്താൻ കൽപ്പനയിട്ടു. ഒരു തീന്മേശ ഒരുങ്ങി. യുവാവ് അതിഥിയായി അവിടേക്ക് ആനയിക്കപ്പെട്ടു. ആവശ്യപ്പെട്ടതൊക്കെ തയ്യാറായി. നൗഫൽ എത്ര അലിവുള്ള ആതിഥേയനാണ്! എന്നാൽ ചമത്കാരപൂർണമായ തന്റെ യത്നം ആദ്യമായി വ്യഥാവിലായി. എത്ര നിർബന്ധിപ്പിച്ചിട്ടും പ്രോത്സാഹിപ്പിച്ചിട്ടും മലമ്പ്രദേശത്തെ ഏകാഗി ഇളകിയില്ല. എത്ര ഫോതുള്ള വിഭവങ്ങളായിട്ടും ഒന്ന് തൊട്ടു നോക്കാൻ പോലും അയാൾ കൂട്ടാക്കിയില്ല. ഗോത്രത്തലവിന്റെ ഉത്സാഹവും കളിപറച്ചിലും കൂടുന്നതനുസരിച്ച് കവി നിസ്സംഗനും അന്ധനും ബധിരനുമായി. ഇനി എന്തു ചെയ്യും? എല്ലാ ആശകളും അസ്തമിച്ച് നൗഫൽ തന്റെ കൂട്ടാളികളിൽ നിന്ന് കേട്ട നാമം അവിചാരിതമായി ഉച്ചരിച്ചു, ലൈല. മന്ത്രവടി കൊണ്ട് തൊട്ടുണർത്തിയ പോലെ യുവാവ് പെട്ടെന്ന് ശിരസ്സുയർത്തി. നൗഫലിനെ സൂക്ഷിച്ചു നോക്കി. ആദ്യമായി കണ്ണുകൾ വികാരങ്ങളെ വഞ്ചിച്ചു. അവൻ ആവർത്തിച്ചു, ലൈല, ലൈല മാത്രം. പിന്നെ അവൻ സ്വയം സഹായിച്ചു. ഒരു വായ് ഭക്ഷണം, ഒരു കവിൾ പാനീയം. നൗഫലിന് കാര്യം മനസ്സിലായി. ലൈലയെക്കുറിച്ച് മാത്രമേ അയാൾ പിന്നെ സംസാരിച്ചുള്ളൂ. അവളുടെ സൗന്ദര്യം, നന്മകൾ, ബാഹ്യരൂപം, ആന്തരിക സൗന്ദര്യം എല്ലാം നൗഫൽ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. മജ്നു ശരിക്കും പ്രതികരിച്ചു. അറബി പ്രമാണി തന്റെ വിളഞ്ഞ നാക്കുകൊണ്ട് പൂമാല കൊരുത്തു. കാമുകൻ കവിതകൾ കൊണ്ട് തിളങ്ങുന്ന മുത്തുകൾ കോർത്തു. അവർ പാടി. ആ നിമിഷം കെട്ടിച്ചമച്ചതായിരുന്നെങ്കിലും തേനിന്റെ മധുരവും തീയുടെ കാന്തിയുമുള്ളവയായിരുന്നു അവ. നൗഫൽ അത്ഭുതത്തോടും ആദരവോടും മജ്നുവിനെ കേട്ടിരുന്നു. തന്റെ മുന്നിലിരിക്കുന്ന ആൾ ഒരു കാടനാകാം, വിഡ്ഢി. പക്ഷേ ആളൊരു കവിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.
അറേബ്യ മുഴുവൻ തിരഞ്ഞാലും ഇയാൾക്ക് തുല്യനെ കണ്ടെത്താനാവില്ല. ശരിക്കും ഒരു കാവ്യ ചക്രവർത്തി. നൗഫൽ തകർന്ന ആ ഹൃദയത്തെ വീണ്ടും വിളക്കി ചേർക്കാൻ ഓരോ കല്ലും സാവകാശം എടുത്തു വെച്ചു. മജ്നുവിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് മനസ്സിലുറപ്പിച്ച് അയാൾ പറഞ്ഞു, സുഹൃത്തെ, താങ്കൾ ഒരു ശലഭത്തെ പോലെയാണ്. ഇരുളിന്റെ ആയത്തിൽ വെളിച്ചം തിരഞ്ഞ് പാറി നടക്കുന്ന ശലഭം. ദീനനായി തേങ്ങി വേദനകളിൽ സ്വയം ഉരുകി ഒരു മെഴുകുതിരിയായി മാറാൻ ശ്രമിക്കരുത്. പക്ഷേ വലിച്ചെറിയേണ്ട ഒരു കാര്യവുമില്ല. എന്നെ വിശ്വസിക്കാം. എന്റെ സമ്പത്ത്, എന്റെ കൈക്കരുത്ത് എല്ലാം നിങ്ങളുടെ വിധിയുടെ തൂക്കവുമായി തുലാഭാരം നടത്താൻ ഞാൻ തയ്യാറാണ്. ഇതാ എന്റെ വാക്ക്. ലേലയെ നിങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിരിക്കും. ഒരു പറവയായി ആകാശത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഒരു തീപ്പൊരിയായി അഗാധമായ പാറക്കെട്ടിനിടയിൽ ചിതറി വീണിട്ടുണ്ടെങ്കിലും അവളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ചന്ദ്രസമാനനായ പ്രണയഭാജനവുമായി നിങ്ങളെ ഒന്നിപ്പിക്കുന്നതുവരെ ഞാൻ ഒഴിവെടുക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യില്ല. ഈ വാക്കുകൾ ശ്രവിച്ച മജ്നു രക്ഷകന്റെ കാൽക്കലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. വളരെ പെട്ടെന്ന് സംശയാലുവായി പ്രതിഷേധിക്കുകയും ചെയ്തു. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ ഉള്ളിൽ മധുരസുഗന്ധം തളിക്കുന്നു. എങ്കിലും അവ വാക്കുകളേക്കാൾ വില പിടിച്ചവയാണ്. എങ്ങനെ നിശ്ചയിക്കും? അവ വഞ്ചനാമുക്തമാണെന്ന് എങ്ങനെ അറിയും? പറയുന്നത് പ്രവർത്തിക്കുന്നവനാണോ താങ്കൾ? പ്രവർത്തിക്കാൻ ശേഷിയുള്ളവനാണോ താങ്കൾ? വട്ടുപിടിച്ച എന്നെപ്പോലെ ഒരാൾക്ക് സ്വന്തം മകളെ കൈപിടിച്ചു തരാൻ അവളുടെ മാതാപിതാക്കൾ ഒരിക്കലും തയ്യാറാവില്ല എന്ന വസ്തുത നിങ്ങൾ ഗ്രഹിക്കേണ്ടതായിരുന്നു. എന്ത്? അവരാക്രോശിക്കും. ഈ നറുപുഷ്പത്തെ ഒരു കൊടുങ്കാറ്റിന്റെ കയ്യിൽ വിശ്വസിച്ചേൽപ്പിക്കുകയോ, ഒരു പിശാചിന്റെ സന്തതിക്ക് ചന്ദ്രരശ്മിയെ വിളയാടാൻ നൽകുകയോ, ഒരു മൊയ്യുഭ്രാന്തന് തങ്ങളുടെ മകളെ പിടിച്ചു കൊടുക്കുകയോ ഒരിക്കലുമില്ല. ഞാൻ അറിയും പോലെ അവരെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മറ്റു പലരും മുമ്പെന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെന്തൊക്കെ ചെയ്തിട്ടും എത്ര കഠിനമായി ശ്രമിച്ചിട്ടും എൻ്റെ ഇരുണ്ട വിധി പ്രകാശപൂരിതമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വെള്ളരശ്മികൾ കുമിത്തൊഴുകിയിട്ടും എൻ്റെ ദിനങ്ങളുടെ കറുത്ത പരവതാനിയിൽ തെല്ലും തെളിച്ചം നൽകിയിട്ടില്ല. ഒട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകാത്തവയാണ് എൻ്റെ അവസ്ഥ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ടും വിജയിക്കണമെങ്കിൽ മാനുഷിക യത്നം മാത്രം പോരാ, എന്തെങ്കിലും അത്ഭുതം തന്നെ നടക്കണം. ഇരയെ കൊടുക്കാനാവും മുമ്പ് വേട്ടക്കിടയിൽ വെച്ച് തന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടതൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഭയക്കുന്നു. അതങ്ങനെ ആവാതിരിക്കട്ടെ. മാത്രമല്ല, നിങ്ങൾ ശരിക്കും വാക്കു പാലിക്കുമെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പാരിതോഷികം നൽകട്ടെ. ശരിയായ നീരുറവയ്ക്ക് പകരം വാചകങ്ങൾ കൊണ്ടൊരു മരീചിക കാട്ടി പ്രലോഭിപ്പിക്കാൻ മാത്രമാണ് ഭാവമെങ്കിൽ ദയവ് ചെയ്ത് അത് തുറന്നു പറഞ്ഞ് എന്നെ എൻ്റെ വഴിക്ക് വിടുക. ധീരമായ ഈ വാക്കുകൾ തുല്യപ്രായക്കാരനായ നൗഫലിന് അയാളോട് തോന്നിയ സൗഹൃദഭാവത്തിന് 10 മടങ്ങ് ശക്തി നൽകി. അയാൾ പറഞ്ഞു, എൻ്റെ വാക്കിനെ നിങ്ങൾ സംശയിക്കുന്നു. ശരി, നമുക്കൊരു കരാറുണ്ടാക്കാം. സർവശക്തനായ അള്ളാഹുവിൻ്റെയും തിരുപ്രവാചകൻ മുഹമ്മദിൻ്റെയും നാമത്തിൽ ഞാനിതാ സത്യം ചെയ്യുന്നു. ഒരു ചെന്നായയെ പോലെ അല്ല, ഒരു സിംഹത്തെ പോലെ എൻ്റെ വാളും സർവ്വകരുക്കളും ഉപയോഗിച്ച് താങ്കളുടെ ഹൃദയാഭിലാഷം സാക്ഷാത്കരിക്കും വരെ എനിക്ക് ഊണില്ല, ഉറക്കമില്ല. പകരം താങ്കളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു ഉറപ്പ് വേണം. ക്ഷമ കൈവിടില്ല എന്ന ഉറപ്പ്. കുറച്ചു നാളുകൾ ക്രോധവേഷങ്ങൾക്ക് കടിഞ്ഞാണിടുക, കാടൻ ചിത്തത്തെ കൈക്കുള്ളിൽ ഒതുക്കുക, തളർത്തുക, മെരുക്കുക. നമ്മുടെ ഉടമ്പടിയിൽ മുദ്രവെക്കാം. ഉള്ളിലെ തീ ആർദ്രമാക്കുക. പകരം അങ്ങയുടെ നിധിയിലേക്കുള്ള ഇരുമ്പുവാതിൽ ഞാൻ മലർക്കെ തുറന്നു തരാം. സമ്മതമാണല്ലോ? മജ്നു സമ്മതഭാവം പ്രകടിപ്പിച്ചു. ആത്മാവിലെ ക്ഷോഭസാഗരത്തെ മാർദ്ദവപ്പെടുത്തി. സുഹൃത്തിന്റെ സഹായ ഹസ്തം സ്വീകരിച്ചു. അനേകം മാസങ്ങൾക്കിടയിൽ ആദ്യമായി പീഡിത ചിത്തത്തിൽ ശാന്തി തിരിച്ചെത്തി. ഭ്രാന്തിന്റെ ഇരുമ്പുദണ്ഡം പൊള്ളിച്ചു രൂപപ്പെടുത്തിയിരുന്ന വികൃത തവ്രണങ്ങൾ മെല്ലെ കരയാൻ തുടങ്ങി. ഒരു പൈതലിന്റെ നിഷ്കളങ്കതയോടെ അയാൾ നൗഫലിനെ വിശ്വസിച്ചു. ഹൃദയശാന്തി മൊത്തം ജീവിതത്തെ തന്നെ മാറ്റി. ഒരു വാക്കുപോലും ഉരിയാടാതെ ഗുഹ വിട്ട് തന്റെ രക്ഷിതാവിന്റെ കുതിരപ്പുറത്തേറി അയാളുടെ കൂടാരത്തിലേക്ക് യാത്രയായി. കരുത്തനായ സുഹൃത്തിന്റെ രക്ഷയിലും തണലിലും അയാളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അതിഥി മജ്നു പഴയ ഖൈസിലേക്ക് തിരിച്ചുവരവ് നടത്തി. ഭ്രാന്തൻ കാമുകനിൽ നിന്ന് സുന്ദരനും വിശിഷ്ട കുലജാതനുമായ പ്രഭുകുമാരനിലേക്കുള്ള തിരിച്ചിറക്കം. കുളിച്ചൊരുങ്ങി നൗഫൽ നൽകിയ മോടി വസ്ത്രങ്ങൾ അണിഞ്ഞ് തലപ്പാവും ധരിച്ചു. രുചിയോടെ ഭക്ഷണം കഴിച്ചു. സുഹൃത്തുക്കളോടൊത്ത് വീഞ്ഞു രുചിച്ചു. കൊസിതുകളും ഗസലുകളും പാടി. പണ്ടത്തെ പോലെ കാറ്റിനോടും മേഘങ്ങളോടുമല്ല, കൂടാരത്തിലെ വേട്ടക്കാരോടും യോദ്ധാക്കൾക്കും വേണ്ടി. ശൂന്യമായ മഞ്ഞച്ച മുഖത്ത് പുത്തനുണർവിന്റെ വർണ്ണകാന്തി മടങ്ങിയെത്തി. വളഞ്ഞാടിയിരുന്ന മേനി നിവർന്നുറച്ചു. ഉറച്ചു നീണ്ട ഈറ്റക്കരുത്തോടെ പുതിയ കൂട്ടുകാർക്കിടയിലൂടെ നടന്നു. കൊടുങ്കാറ്റിൽ ഇലകൾ അടർന്നു വാടിയ പൂച്ചെടിയിൽ വീണ്ടും നവമുകുളങ്ങൾ തെളിഞ്ഞു വന്നു. ലോകത്തിനു വേണ്ടി അവൻ എത്ര മാറി, അവനു വേണ്ടി ലോകവും.
മനുഷ്യവാസമുള്ള ഇടങ്ങളിലേക്ക് തിരിച്ചെത്തിയതോടെ അവൻ്റെ കണ്ണുകളുടെ കണ്ണാടിയിൽ പ്രകൃതിക്ക് പ്രണയാർദ്ധ മുഖം ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടി. പ്രഭാതത്തിന്റെ സ്വർണ്ണക്കസവിട്ട ആഘോഷവസ്ത്രം ആദ്യ ദർശനത്തിലെന്ന പോലെ അവനെ വിസ്മയിപ്പിച്ചു. സൂര്യന്റെ നട്ടുച്ച പൊട്ടിച്ചിരിയിൽ അവൻ കൂട്ടുചേർന്നു. പനനീർ പൂക്കളുടെ വർണ്ണ കടങ്കഥകൾക്ക് അയാൾ ഉത്തരം കണ്ടുപിടിച്ചു. അതെ, മനുഷ്യർക്കിടയിൽ വീണ്ടും ഒരു മനുഷ്യനായി അവൻ മാറിയിരുന്നു. ഈ മാറ്റം സാധ്യമാക്കിയ നൗഫലിനേക്കാൾ സന്തോഷവാനായി മറ്റാരും ഉണ്ടായിരുന്നില്ല. മഴ കൊണ്ടുവന്ന മേഘമായിരുന്നു അയാൾ. കടുത്ത വേനൽ ഭൂമിയിൽ മയത്തുള്ളികൾ ഉറ്റിച്ചു നീങ്ങുന്ന വർഷമേഘം. സുഖപ്രാപ്തി കൈവരിക്കുന്ന സുഹൃത്തിനു വേണ്ടി ഓരോ ദിവസവും പുതുപുത്തൻ സമ്മാനങ്ങൾ അയാൾ കൊണ്ടുവന്നു. മജ്നു എപ്പോഴും തൻ്റെ അടുത്ത് വേണം. 1 മണിക്കൂറിന്റെ വേർപാട് പോലും താങ്ങാനാവാത്ത സൗഹൃദം. നൗഫൽ സൂചിപ്പിച്ച കുറച്ചു നാളുകൾ കുറെ മാസങ്ങളായി നീണ്ടു. അവരുടെ സന്തോഷം നീണ്ടുവാണു. പക്ഷേ ആകാശത്തിൽ ഒരു ഇടിമിന്നൽ കൊടുങ്കാറ്റ് കനം വെച്ചു തുടങ്ങിയിരുന്നു. ഒരു ദിവസം പതിവ് പോലെ മജ്നുവും നൗഫലും തികഞ്ഞ സന്തോഷത്തിൽ ഇരിക്കുകയായിരുന്നു. അവരുടെ സൗഹൃദ കോപ്പയിലേക്ക് ഒരു കയ്പുതുള്ളി അടർന്നു വീഴാൻ പോകുന്നുണ്ടെന്ന് ആർക്ക് ചിന്തിക്കാനാവും? പെട്ടെന്നൊരു നീയൽ മജ്നുവിന്റെ മുഖത്തൂടെ പാഞ്ഞു. ചുണ്ടത്തി പുഞ്ചിരി ചത്തു. അയാൾ പെട്ടെന്ന് പാടി: എൻ്റെ തേങ്ങലുകൾ, എൻ്റെ കയ്പുതുള്ളികൾ നിന്നെ ഇളക്കുന്നേയില്ലല്ലോ. എൻ്റെ വ്യാകുലതകൾ, വേദനകൾ നിന്നെ അലട്ടുന്നേയില്ലല്ലോ. ഒരു പകുതി വാഗ്ദാനം പോലും നീ പാലിച്ചില്ലല്ലോ. എത്രയെത്ര നിന്നിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. എൻ്റെ നേരഭിലാഷത്തെ തൃപ്തിപ്പെടുത്തുമെന്ന് നീ വാക്ക് തന്നു. എന്നിട്ടും എനിക്കുള്ള മധുര സമ്മാനം നീ തരാൻ മറന്നു. തണുപ്പിക്കുന്നതിന് പകരം നീ ആളി കത്തിച്ചു തീ. ശൂന്യവാചകങ്ങളിൽ എൻ്റെ ഹൃദയത്തെ ഭ്രമിപ്പിക്കുകയാണോ നീ? നൗഫലിന് വരികളുടെ പൊരുൾ നന്നായി പിടികിട്ടി. എന്താണ് ഇതിനൊരുത്തരം? ഓർക്കാപ്പുറത്തുള്ള ഈ ആക്രമണത്തെ തടയാൻ ആ മഹായോദ്ധാവിന് ഒരായുധവും കിട്ടിയില്ല. അയാൾ മിഴി താഴ്ത്തി വിഷണ്ണനായി തീർന്നു. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയുള്ള ആസക്തിയിൽ മജ്നു ആണ്ട് മുങ്ങിക്കഴിഞ്ഞിരുന്നു. അതിന്റെ ആയം അവനെ വിഷമിപ്പിച്ചിരുന്നില്ല. നൗഫൽ വാഗ്ദാനം പാലിക്കേണ്ടിയിരിക്കുന്നു. കടുത്ത ഭാഷയിൽ മജ്നു തുടർന്നു: അന്ന് കരാറുണ്ടാക്കുമ്പോൾ എന്തൊരാവേശമായിരുന്നു താങ്കളുടെ നാക്കിന്, ഓർമ്മയുണ്ടോ? എന്നിട്ടിപ്പോൾ നിശബ്ദനായിരിക്കുന്നു. മുറിവേറ്റ എൻ്റെ ഹൃദയത്തിൽ പുരട്ടാൻ എന്തെങ്കിലും ലേപനം നിങ്ങളുടെ കയ്യിലുണ്ടോ? എനിക്ക് ക്ഷമയറ്റു. യുക്തി കലമ്പി തുടങ്ങി. ഒന്നെന്നെ സഹായിച്ചുകൂടെ? ഞാൻ നശിക്കാതിരിക്കട്ടെ. അല്ലെങ്കിൽ താങ്കളെക്കാൾ കേമനായ ഒരു സുഹൃത്തിന്റെ സഹായം ഞാൻ നേടേണ്ടി വരുമോ? താങ്കളെക്കുറിച്ച് ഞാൻ എന്ത് കരുതണം? വഞ്ചിക്കാൻ മാത്രം വാഗ്ദാനം നൽകുന്ന രാജകുമാരനായിട്ടോ? ഞാനാകട്ടെ തളർന്ന് തകർന്ന് ഒരു കൂട്ടുപോലും ഇല്ലാതെ ജീവജലത്തിന് ദാഹിച്ചു പൊരിഞ്ഞു മരിക്കേണ്ടി വരുമോ? ദൈവകൽപ്പനകളിൽ ഒന്ന് ദാഹിച്ചു പൊരിയുന്നവന് ജലം നൽകണമെന്നല്ലേ? വാഗ്ദാനത്തിൽ ഉറച്ചു പ്രവർത്തിക്കുക. അല്ലെങ്കിൽ മരുഭൂമിയിൽ നിന്ന് നിങ്ങൾ വലയിട്ട് പിടിച്ചു കൊണ്ടുവന്ന ഭ്രാന്തൻ അവിടേക്ക് തന്നെ തിരിച്ചു പോകും. ഒന്നുകിൽ ലൈലയുമായി എന്നെ കൂട്ടിയിണക്കുക, മറിച്ചാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ജീവിതത്തെ പായിൽ കളഞ്ഞേക്കാം. സുഹൃത്തിന്റെ വാക്കുകളുടെ അഗ്നിനാളത്തിൽ നൗഫലിന്റെ നെഞ്ച് മെഴുക്കുപോലെ ഉരുകി. വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത, പ്രവൃത്തി മാത്രം എണ്ണപ്പെടുന്ന ആ അവസ്ഥയിൽ വാക്കു തിരയാതെ ചാടി എഴുന്നേറ്റ് ഉറച്ച മനസ്സോടെ നൗഫൽ ഒരുങ്ങിച്ചെന്നു. പടച്ചട്ടയണിയാൻ ആർഭാട വസ്ത്രം മാറ്റി, കോപ്പ മാറ്റി കയ്യിൽ വാളേന്തി. തനിക്കു വേണ്ടി ജീവിതം ഉയർന്നുവെച്ചവരും വേട്ടപക്ഷികളുടെ വേഗതയാർന്നവരുമായ 100ഓളം തികവൊത്ത പടയാളികളെയും സമർത്ഥരായ വേട്ടക്കാരെയും അയാൾ അണിനിരത്തി. പട പുറപ്പെട്ടു. ഷണ്ട കൂട്ടിയിരിക്കുന്ന കറുത്ത സിംഹത്തെ പോലെ മജ്നുവും നൗഫലിന്റെ ഒരു വശത്തായി സവാരി ചെയ്തു. ലൈലയുടെ ഗോത്രക്കാരുടെ പുൽമേട്ടിൽ അധികം വൈകാതെ അവരെത്തിച്ചേർന്നു. ദൂരെ നിന്നു തന്നെ കൂടാരങ്ങൾ കാഴ്ചയിൽപ്പെട്ട സന്ദർഭത്തിൽ അണികളോട് കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി കൂടാരമടിക്കാൻ നൗഫൽ കൽപ്പിച്ചു. ലൈലയുടെ ഗോത്രത്തെ തങ്ങളുടെ വരവറിയിക്കാൻ ഒരു സന്ദേശവാഹകനെ അയച്ചു. ഞാൻ നൗഫൽ, അഗ്നിയെപ്പോലെ എല്ലാം വിഴുങ്ങാൻ ശക്തമായ ഒരു സൈന്യവുമായി യുദ്ധസന്നദ്ധനായി എത്തിച്ചേർന്നിരിക്കുന്നു. എത്രയും വേഗം ലൈലയെ എൻ്റെ മുന്നിലെത്തിക്കുക, അല്ലെങ്കിൽ നമുക്കിടയിലെ പ്രശ്നം വാള് തീർക്കും. ഞാൻ ദൃഢചിത്തനാണ്. ലൈല അവൾക്ക് ഏറ്റവും വിലപ്പെട്ടവനായ ഒരാൾക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. അവൻ്റെ അഭിലാഷം നടന്നിരിക്കണം. ആ ദാഹം ശമിപ്പിച്ചേ തീരൂ. അല്പം കഴിഞ്ഞ് ദൂതൻ മറുകുറിപ്പുമായി തിരിച്ചെത്തി. ലക്ഷ്യം സാധിക്കാൻ തിരഞ്ഞെടുത്ത മാർഗം ഒരിക്കലും താങ്കളെ അവിടേക്ക് നയിക്കില്ല. താങ്കളെപ്പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള മധുരക്കട്ടിയല്ല ലൈല. എല്ലാവർക്കും എത്തിപ്പിടിക്കാവുന്നതല്ല ചന്ദ്രൻ. അവസാന തീർപ്പ് നിങ്ങളല്ല നിശ്ചയിക്കേണ്ടത്. സൂര്യനെ മോഷ്ടിക്കാനാണോ നിങ്ങൾ പദ്ധതിയിടുന്നത്? ശപിക്കപ്പെട്ട ദുർഭൂതമേ! ധൂമകേതുക്കളെയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങൾ വെറും ചില്ലുകുപ്പി മാത്രം. അതെങ്ങനെ പൊട്ടിച്ചിതറിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. രോഷത്തോടെ നൗഫൽ രണ്ടാമത്തെ സന്ദേശം അയച്ചു. അറിവുകെട്ട വിഡ്ഢികളെ, എൻ്റെ വാൾത്തലപ്പിന്റെ മൂർച്ച നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ ശിക്ഷ ഒരിക്കൽ ഏറ്റുകഴിഞ്ഞാൽ നിങ്ങളുടെ ഗോത്രത്തെക്കുറിച്ച് തന്നെ ഒരിക്കലും വേവലാതിപ്പെടേണ്ടി വരില്ല.
സാഗരത്തിരയുടെ മാർഗം തടുക്കാമെന്ന് വാസ്തവത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ വരിക, പറഞ്ഞ പോലെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ദുരന്തം വളരെ പെട്ടെന്നായിരിക്കും. നൗഫലിന്റെ മുന്നറിയിപ്പിന് ഒരു വട്ടം കൂടി നിന്ദയും പരിഹാസവും വമിക്കുന്ന നിഷേധക്കുറിപ്പെത്തി. അപ്പോഴേക്കും നൗഫൽ കോപം കൊണ്ട് തിളച്ചു മറിഞ്ഞിരുന്നു. ഉള്ളിൽ ചുട്ടുപഴുത്ത ക്രോധം പ്രാകൃതാവേശത്തോടെ പുറത്തേക്ക് വമിച്ചു. ഉറ വലിച്ചു ചീന്തി വാൾ പുറത്തെടുത്ത് വന്യമായൊരു സിംഹത്തിന്റെ കലിയോടെ ശത്രു കൂടാരത്തിലേക്ക് പട നയിച്ചു. അവരും തയ്യാറെടുത്തിരുന്നു. ഹർഷാവരങ്ങൾ മുഴങ്ങി. ആയുധമേന്തി അവരും പുറത്തു ചാടി. പിന്നെ നടന്നത് ഘോരമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു. 2 പർവ്വതങ്ങൾ പരസ്പരം പുളച്ചും പാളിപ്പടരും പോലെ. എന്തൊരാഘോഷം, എന്ത് മുറവിളി, എന്ത് കോലാഹലം! യുദ്ധത്തിന്റെ വിനാശകാരിയായ കൂറ്റൻ തിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു. പടയാളികളുടെ അലമുറകൾ സ്വർഗം വരെ മുഴങ്ങി. അവരുടെ രക്തം ദാഹിക്കുന്ന മണലിന്റെ വായിലേക്കൊഴുകി. വാൾമുനകൾ മണ്ണിന്റെ ദാഹം തീർക്കാൻ കരിഞ്ചുവപ്പ് വീഞ്ഞി കവിഞ്ഞൊഴുകും വിധം കോപ്പകളിൽ നിറച്ചു. കുന്തമുനകൾ സിംഹനഖങ്ങളായി മാറും. മറ്റവയവങ്ങളും കീറിപ്പറിച്ചു. വേട്ടപക്ഷികളുടെ മുഴക്കെ പിളർന്ന കൊക്കുപോലെ കുരമ്പുകൾ ജീവന്റെ ചാറ് മോന്തി കുടിച്ചു. വീരയോദ്ധാക്കൾ ശിരസ് വേർപ്പെട്ട് സ്വർഗപ്രാപ്തി കാത്ത് നിലത്ത് കിടപ്പായി. യുദ്ധകളത്തിലെ ഇടവെട്ടിന്റെ മുരൾച്ച ആകാശം മുകുടത്തെയും നക്ഷത്രങ്ങളെയും ബധിരരാക്കി. വിധിയുടെ കരളമായ മിന്നൽ പോലെ കല്ലും ഉരുക്കും കൂട്ടിയുരസി തീ പാറി. കുതിരക്കാരുടെ പുറത്ത് കറുത്ത കാട്ടുപൂച്ചകളെ പോലെ ചാടി വീണു. കുതിരപ്പുറത്ത് നീങ്ങുന്ന പടയാളികൾ വെളുത്ത ദുർഭൂതങ്ങളെ പോലെ കാണപ്പെട്ടു. ഈ കൂട്ടക്കൊലയിൽ മജ്നു മാത്രം പങ്കെടുത്തില്ല. മരണം അവനു വേണ്ടിയല്ലേ കൊയ്ത്തു നടത്തിക്കൊണ്ടിരുന്നത്? വാൾ ഉറയിൽ ഒളിപ്പിച്ച് ഒരു ഭാഗത്ത് മാറി നിന്നു. ഭയന്നോ ഭീരുത്വം കൊണ്ടോ അല്ല. ഓരോ പടയാളിയും ശത്രുഹിംസയോ സ്വരക്ഷയോ മാത്രം കരുതി പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കവി ഇരുഭാഗത്തെയും ദുരന്തയാതനകൾ പങ്കിടുകയായിരുന്നു. മജ്നു ആകെ ദാരുണാവസ്ഥയിൽ അകപ്പെട്ടു. ശത്രുവിൽ നിന്നോ മിത്രത്തിൽ നിന്നോ ഉള്ള ഓരോ പ്രഹരവും അവനെ തപിപ്പിച്ചു. പോരിന്റെ നടുവിലേക്ക് അവൻ സ്വയം വലിച്ചെറിഞ്ഞു. ഈശ്വരനോടും പോരാളികളോടും സമാധാനത്തിനു വേണ്ടി കേണപേക്ഷിച്ചു. യുദ്ധനിരയിൽ ഒരു തീർത്ഥാടകനായി അവൻ അലഞ്ഞു. ഭീകരയുദ്ധത്തിനിടയിൽ അവനെ ആര് ശ്രദ്ധിക്കാൻ? പക്ഷെ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ ബാക്കിയായത് മഹാത്ഭുതം തന്നെയായിരുന്നു. നൗഫലിന്റെ വിജയം മജ്നു കാംക്ഷിച്ചിരുന്നുവോ? തീർച്ചയായും കൊതിച്ചിരിക്കണം. എന്നാൽ യുദ്ധം കഠിനമായതോടെ അവന്റെ ഹൃദയം പിളരാൻ തുടങ്ങി. ലൈലക്കു വേണ്ടി പ്രാണൻ കളയാനും അവൻ ഒരുക്കമായിരുന്നല്ലോ. എന്നിട്ടെന്താ? അവളുടെ സ്വയം ആളുകൾ, ഗോത്രക്കാരും രക്തബന്ധത്തിലുള്ളവരും കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കൊന്നതോ നൗഫലും നൗഫലിന്റെ ആളുകളും കൂടി, മജ്നുവിന്റെ സുഹൃത്തുക്കൾ. അവർ യഥാർത്ഥത്തിൽ അവന്റെ സുഹൃത്തുക്കൾ തന്നെയാണോ? സുഹൃത്തുക്കളുടെ ശത്രുക്കളല്ലേ അവർ? പുറത്ത് പടയാളികൾ പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കവിയുടെ ഉള്ളിൽ മറ്റൊരംഗം പൊട്ടി പുറപ്പെട്ടു. പുറത്തുള്ളതിനേക്കാൾ കഠോരമായ ഒന്ന്. ലജ്ജ തളർത്തിയില്ലായിരുന്നുവെങ്കിൽ സ്വന്തം പടക്ക് നേരെ തന്നെ അവൻ വാളെടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതുണ്ടാക്കുന്ന ദുഷ്കീർത്തിയെക്കുറിച്ചും ബോധവാനായിരുന്നു അവൻ. താൻ പിന്നിൽ നിന്ന് ആക്രമിച്ചിട്ടും തന്നെ സഹായിക്കാൻ മാത്രം ആഗ്രഹമുള്ള ശത്രുവിന്റെ പരിഹാസച്ചിരിയായിരുന്നു അവന്റെ ഭാവനയിൽ മുഴങ്ങിക്കേട്ടത്. എന്നിട്ടും വിധി അനുവദിച്ചിരുന്നുവെങ്കിൽ ലൈലയുടെ ഗോത്രത്തെ എതിരിട്ട പടയാളികൾക്ക് നേരെ അവൻ അമ്പൊടുക്കുമായിരുന്നു. സ്വന്തം വീരന്മാരെ വെല്ലുവിളിച്ചവരുടെ കൂടെയായിരുന്നു അവന്റെ മനസ്സ്. ശത്രുക്കളുടെ വിജയത്തിനു വേണ്ടി അവന്റെ ചുണ്ടുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നൗഫലിന്റെ പടയാളികളെ കുതിരപ്പുറത്തു നിന്ന് ചുയറ്റിയെറിഞ്ഞ ശത്രുവിന്റെ കൈ ചുംബിക്കാൻ അവൻ കൊതിച്ചു. ഒടുവിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അവന്റെ ആവേശം വർദ്ധിച്ചു. ശത്രു മുന്നേറുന്ന പല സന്ദർഭത്തിലും അവൻ അതിരറ്റ് ആനന്ദിച്ചു. നൗഫലിന്റെ ആളുകൾ മുന്നേറുന്ന സന്ദർഭങ്ങളിൽ തളർന്ന് ദയനീയനാവുകയും ചെയ്തു. നൗഫലിന്റെ ഒരു പട്ടാളക്കാരൻ ഈ മനംമാറ്റം ശ്രദ്ധിക്കാൻ ഇടവന്നു. അയാൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് അസുഖം പ്രഭോ? അങ്ങ് എന്താണ് നമ്മുടെ പോരാട്ടത്തെ ദൂരെ നിന്ന് മാത്രം ആസ്വദിക്കുന്നത്? എപ്പോഴും അങ്ങയുടെ പ്രതിപത്തി ശത്രുപക്ഷത്തോടാണല്ലോ. ഞങ്ങൾ ജീവൻ അപകടപ്പെടുത്തുന്നത് താങ്കൾക്കും താങ്കളുടെ ലക്ഷ്യത്തിനും വേണ്ടിയാണ് എന്ന കാര്യം മറക്കുകയാണോ? അവർ ശത്രുക്കളാണെങ്കിൽ മജ്നു ഉത്തരം കൊടുത്തു, എനിക്കും അവരോട് പടവെട്ടാമായിരുന്നു. പക്ഷേ ഈ ശത്രുക്കൾ എൻ്റെ മിത്രങ്ങൾ കൂടി ആയതിനാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഹൃദയം തുടിക്കുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയാണ്. എവിടെയാണോ അവളുടെ ഹൃദയം തുടിക്കുന്നത് അവിടെയാണ് എൻ്റെ വാസസ്ഥാനം. പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി എനിക്ക് മരിക്കണം, മറ്റുള്ളവരെ കൊല്ലുകയല്ല വേണ്ടത്. ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെ ചേരും? ഈ സമയത്ത് നൗഫൽ പടവാളേന്തി കൊടും പോരാട്ടത്തിലൂടെ വിജയത്തിലെത്താൻ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. മതോന്മത്തനായ ഗജത്തെ പോലെ നിർഭീകരനായ ശത്രുവിന്റെ മതിലുകൾ ആക്രമിച്ചു നശിപ്പിച്ചു. പലരെയും അടിച്ചു വീഴ്ത്തി.
വാഹനകാന്തിയുടെ നീലച്ചുരുൾമുടി വാസ്ത്രത്തിൽ എരിയുന്ന നെറ്റിയിൽ നിഴൽ വീഴ്ത്തിയിട്ടും യുദ്ധം തീർപ്പാക്കാതെ തുടർന്നു. വൈകാതെ രാവ് പോരാളികളെ മറയിട്ട് മൂടി. ഇരുൾ പെരുമ്പാമ്പ് ചക്രവാള കാന്തിയുടെ അവസാന തുണ്ട് സ്ഫടികമുത്തുകൂടി വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ പടയാളികൾ വേർപിരിഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പരസ്പരം കാണാൻ പോലും പറ്റാതെയായി. അവിടെ ജയിച്ചവരോ ജയിച്ചടക്കിയവരോ ഉണ്ടായിരുന്നില്ല. പല ധീരന്മാരും ഇരുഭാഗത്തും വീണു കഴിഞ്ഞിരിക്കുന്നു. മരിച്ചവരെക്കാൾ എത്രയോ മടങ്ങ് മുറിവേറ്റവർ. അടുത്ത ദിവസമെങ്കിലും ശത്രുവിനെ കാൽക്കീയിൽ എത്തിക്കാമെന്ന പ്രതീക്ഷ നൗഫൽ കൈവിട്ടതുമില്ല. പക്ഷേ പുതിയ പ്രഭാതത്തിൽ സ്വന്തം പാളയത്തിലെ തളർന്നു കുഴഞ്ഞൊരു സംഘത്തെയാണ് അയാൾക്ക് നയിക്കേണ്ടി വന്നത്. മാത്രമല്ല, രാത്രിയിൽ ശത്രുപക്ഷം മറ്റു ഗോത്രത്തിൽ നിന്ന് അനേകം പടയാളികളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന വാർത്തയും ചാരന്മാർ കൊണ്ടുവന്നു. നൗഫൽ ഒരു നായകനാണ് എന്നതുപോലെ തന്നെ ഒരു വിഡ്ഢി ആയിരുന്നതുമില്ല. അല്പം ആലോചനയ്ക്ക് ശേഷം മുന്നിൽ തെളിഞ്ഞ ഏക മാർഗത്തിലേക്ക് അയാൾ നീങ്ങി. ശത്രു കൂടാരത്തിൽ നൗഫലിന്റെ പുതിയ സന്ദേശമെത്തി. വാളുകൊണ്ടുള്ള കളി മടുത്തു. മുറിവുകളുണക്കാൻ ശുശ്രൂഷ അത്യാവശ്യമാണ്. സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമുക്ക് നീങ്ങിക്കൂടെ? ഞാൻ നിങ്ങളിൽ നിന്ന് അഭിലഷിക്കുന്നത് ഇപ്പോഴും അഭിലാഷം മാത്രം, ആ മായിക മോഹിനിയെ മാത്രമാണ്. ഈ മാന്ത്രിക സ്തംഭനത്തെ അവൾക്ക് തകർക്കാനാകും. പിശാചുബാധിതനായ ഒരു യുവാവിനെ മിഥ്യാഭ്രമത്തിൽ നിന്ന് രക്ഷിക്കാനുമാകും. പകരം എത്ര ഭാരം ധനം വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്കിത് സ്വീകാര്യമാണെങ്കിൽ ഉത്തരം എൻ്റെ വാക്കുകളേക്കാൾ ശ്രുതിമധുരമായി പ്രതിധ്വനിക്കും. എന്നിട്ടും തിരസ്കരിച്ച് നിങ്ങളുടെ മധുരക്കനി വിൽക്കാൻ മടിക്കുകയാണെങ്കിൽ കയ്പ് വിനാഗിരിയാൽ ജീവിതം നിറച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നിർത്താൻ സാധിക്കാതെ വരും. ഇനിയെങ്കിലും ആയുധങ്ങൾ വിശ്രമിക്കട്ടെ. ഫലം അപ്രതീക്ഷമായിരുന്നില്ല. വലിയ സമ്പത്തിന് പകരമായി ലൈലയെ കൈമാറണമെന്ന നിർദ്ദേശം തിരസ്കരിക്കപ്പെട്ടു. മുമ്പ് കാണിച്ച അതേ ചങ്കുറപ്പോടെ. അതെങ്ങനെ മറിച്ചാകും? ഒരു വെടിനിർത്തലിന് യഥാർത്ഥത്തിൽ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും ചിന്താൻ ചോര ബാക്കിയില്ല. നൗഫലും സംഘവും സ്വന്തം താവളത്തിലേക്ക് മടങ്ങി. നൗഫലിനൊപ്പം സുഹൃത്തുക്കളോടൊത്ത് രസിച്ചിരുന്ന നല്ല നാളുകളാണ് മജ്നുവിന് നഷ്ടപ്പെട്ടത്. നമ്മുടെ കാമുകന്റെ ആത്മാവിലേറ്റ മുറിവ് വീണ്ടും പുറത്തു വന്നു. നീരസത്തോടെ തന്റെ സുഹൃത്തിനു നേരെ തിരിഞ്ഞു തുടങ്ങി. നാക്കിന്റെ ഖണ്ഡം വലിച്ചൂരി അയാൾ സംസാരിച്ചു. 2 കമിതാക്കളെ കൂട്ടിയോജിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗം കേമം തന്നെ, കെങ്കേമം. ഇതാണോ നിങ്ങളുടെ വലിയ ബുദ്ധിയുടെ അവസാന രക്ഷാസ്ഥാനം? ആളും ആയുധവും കൊണ്ട് ആക്രമണം നടത്തുക, ഇതാണോ കരുത്തിന്റെ തെളിവ്? നിങ്ങളുടെ മന്ത്രസിദ്ധിയിലേക്കുള്ള താക്കോൽ? അശ്വരൂഢൻ എന്ന് അഭിമാനിക്കുന്നവന്റെ ശ്രേഷ്ഠ സംഭാവന? ഊരാകുരുക്കറിയാനുള്ള നിങ്ങളുടെ മാർഗം? അതല്ല ഒരിക്കലും എനിക്ക് വേണ്ടിയിരുന്നത്. മിത്രങ്ങളെ ശത്രുക്കളാക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിച്ചുള്ളൂ. ഞാൻ കടന്നു ചെല്ലാൻ ആശിച്ച പ്രവേശന കവാടം 1000 പൂട്ടുകളിട്ട് നിങ്ങൾ കൊട്ടിയടച്ചു. എൻ്റെ നല്ല ലക്ഷ്യത്തെ നിങ്ങൾ വഷളാക്കി. നമ്മുടെ സൗഹൃദം ഇവിടെ വെച്ച് ഞാൻ പൊട്ടിച്ചെറിയുന്നു. സുഹൃത്തുക്കൾ തന്നെ ചരടറുത്തു, ശത്രുക്കളല്ല. സ്വന്തം പോരാളിയാൽ ആപത് സൂചന നൽകപ്പെട്ട ചതുരംഗക്കളത്തിലെ രാജാവാണ് ഞാൻ. ചെന്നായ്ക്ക് നേരെ യജമാനൻ അയച്ച അമ്പ് തുളഞ്ഞു കയറിയ വിശ്വസ്ത നായ. ഔദാര്യത്തിൽ നിങ്ങൾ മഹാനായിരിക്കാം, എന്നിട്ടും വാഗ്ദാനം നടപ്പാക്കുന്നതിൽ തീരെ ചെറിയവൻ. ഈ വാക്കുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നൗഫലിനായില്ല. സ്വന്തം കവചം കൊണ്ട് സ്വയം ഒളിപ്പിക്കേണ്ടി വന്നു. ശത്രുവിന്റെ മുറിവ് ഉണക്കേണ്ടിയുമിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ശത്രു എണ്ണത്തിലും വണ്ണത്തിലും നമ്മളെക്കാൾ മേലെയായിരുന്നു. അതുകൊണ്ടാണ് ലൈലയെ നേടിയെടുക്കാൻ എനിക്ക് കഴിയാതിരുന്നത്. സമാധാനം ആവശ്യപ്പെട്ട് പിന്മാറിയതും അതിനാലാണ്. അവസരത്തിനൊത്ത ഒരടവ് മാത്രമായിരുന്നു അത്. ഒന്നുറപ്പിക്കുക, ഞാൻ തിരിച്ചു ചെല്ലും. ചുറ്റുമുള്ള ഗോത്രങ്ങളിൽ നിന്ന് വേണ്ടത്ര ആളുകളെ ശേഖരിക്കുകയാണ് ഞാൻ. ഉരുക്കുശിലയിറക്കും വരെ എനിക്ക് വിശ്രമമില്ല. കുറുമ്പൻ കഴുതയെ മോന്തായയിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. നൗഫൽ പറഞ്ഞത് നടത്തുന്നവനായിരുന്നു. മദീന മുതൽ ബാഗ്ദാദ് വരെയുള്ള എല്ലാ ഗോത്രക്കാരുടെ അടുത്തേക്കും സന്ദേശവാഹകനെ അയച്ചു. അയാൾ തന്റെ നിധിപേടകങ്ങൾ മലക്കെ തുറന്നു. ചക്രവാളം മുതൽ ചക്രവാളം വരെ ഒരു ഇരുമ്പു സാധനം പോലെ നൗഫൽ പടനിരത്തി. സുഹൃത്തിനു വേണ്ടി ലൈലയെ കീഴടക്കാൻ വീണ്ടും ഒരു യുദ്ധത്തിന് അയാൾ പുറപ്പെട്ടു. പെരുമ്പറ മുഴക്കത്തിന്റെ അകമ്പടിയോടെ നൗഫലിന്റെ ഉരക്കു തിരമാല ലൈലയുടെ ഗോത്രക്കാരുടെ കൂടാരങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നോക്കത്താ ദൂരത്തോളം ഒരു മനുഷ്യ സഞ്ചയം കുന്തമുനകൾ കൂർപ്പിച്ച് നിരന്നു കാണപ്പെട്ടു. കുതിരക്കുളമ്പടികൾ മണ്ണിനെ വിറപ്പിച്ചു. അടുത്തെത്തുന്ന ശത്രുവിന്റെ അലർച്ച ഒരു ജഡത്തിന്റെ നെഞ്ചിൽ പോലും ഇളക്കമുണ്ടാക്കിയിരിക്കണം. പ്രതിരോധ നിരയിലെ ധീരന്മാരുടെ മനസാന്നിധ്യം അപ്പോഴും നഷ്ടപ്പെട്ടിരുന്നില്ല. കീഴടങ്ങി എല്ലാം ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. ഒരു ഭ്രാന്തനും അയാളുടെ കൂട്ടാളികൾക്കും ലൈലയെ വിട്ടുകൊടുക്കില്ലെന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിന്നു. നാണം കെട്ട അടിമത്തത്തേക്കാൾ മരണത്തെ അവർ പരിഗണിച്ചു. യുദ്ധം പുതുക്കപ്പെട്ടു. മുമ്പത്തേതിനേക്കാൾ അതിഘോരമായി കുതിരകളും പടയാളികളും ആയുധങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി. ശത്രുവും മിത്രവും തമ്മിലുള്ള വൈരുദ്ധ്യം ഒരു കള്ളച്ചുവടിനും പഴുതു നൽകാത്ത വിധം ഭദ്രമായിരുന്നു. ഒരു തള്ളലിലോ തലോടലിലോ ഇര നഷ്ടപ്പെടാതിരിക്കാൻ അവർ കഠിന ചിത്തരായി.
മരുഭൂമിയിലെ ഓരോ മണൽത്തരിയും കഴുകിയെടുക്കാനാവുന്ന വെണ്ണം ആയുധങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. വരണ്ട മണ്ണിൽ ചുവന്ന പൂക്കളുടെ വസന്തം പെട്ടെന്ന് വന്നു നിറഞ്ഞ പോലെ. ഒടുവിൽ കൊല കൊഴുത്തു തടിച്ചു. യുദ്ധക്കൊതി പൂണ്ട ഹൃദയങ്ങൾ പോലും കടുത്ത വേദനയിൽ ഞെരുങ്ങി. ഇനിയും തലകളറിയാൻ നാണം കെട്ടിട്ടെന്ന പോലെ ആഞ്ഞു വീശും മുമ്പ് വാളുകൾ മടിച്ചു നിന്നു. ധീരയോദ്ധാവായ നൗഫൽ മുൻനിരയിൽ നിന്ന് തന്നെ പോരാടി. തീ തുപ്പുന്ന കരാളത വിതയ്ക്കുന്ന ക്രുദ്ധവ്യാളിയെപ്പോലെ മനുഷ്യന്റെ അവസാന ശ്വാസം പോകും വരെ ജീവഞരമ്പുകൾ അറുത്തു. പാറ പോലുറച്ച ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കി. അയാളുടെ ഗത കൊണ്ടുള്ള അടിയേറ്റാൽ എൽബർസ് പർവ്വതം പോലും പൊടിഞ്ഞു പോകും എന്നുറപ്പ്. വാൾമുനയുടെ ചുറ്റുവട്ടത്തെത്തിയവന്റെ വിധിപുസ്തകം അതോടെ അടഞ്ഞിരിക്കും. രക്തദാഹിയായ ഈ നാടകത്തിന് രാത്രി തിരശ്ശീലയിടുന്നതിന് മുമ്പ് തന്നെ പകൽ നൗഫലിന്റെ ആളുകൾക്ക് വിജയകാന്തി സമ്മാനിച്ചിരുന്നു. ശത്രുക്കൾ പിന്തിരിഞ്ഞു. ലൈലയുടെ ഗോത്രം തോൽക്കപ്പെട്ടു. അനേകർ കൊല്ലപ്പെട്ടു. അതിലുമധികം മുറിവേറ്റവരും മരണത്തോടടുത്തവരും. അടിയറവിന്റെയും വിലാപത്തിന്റെയും സൂചനയായി പ്രായം ചെന്നവർ ശിരസിൽ മണ്ണിരുവി വിജയിയുടെ കൂടാരത്തിലേക്ക് വിഷണ്ണരായി നടന്നു. ശത്രുകൂടാരത്തിന്റെ പ്രവേശന ദ്വാരത്തിൽ കുനിഞ്ഞിരുന്ന് ചുംബിച്ച് ദീനസ്വരത്തിൽ വിലപിച്ചു. പ്രഭുവും യജമാനനുമായ അങ്ങയാണ് വിജയി. ഞങ്ങൾ ശത്രുക്കൾ മരിച്ചവരോ ജീവനോടെ പരിപൂർണമായി തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നീതി പുലരട്ടെ. ശേഷിച്ച കുറച്ചു പേർക്ക് ശാന്തി നിഷേധിക്കരുത്. വീഴ്ചയ്ക്ക് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങളെ അനുവദിക്കുക. ഒന്നോർക്കണം, നമുക്കെല്ലാം ഒരു ദിവസം മറ്റൊരു ഉയർത്തെഴുന്നേൽപ്പിനെ നേരിടേണ്ടി വരും. അങ്ങയുടെ വാൾ ഉറയിലേക്ക് തന്നെ തിരികെ വെക്കുക. ഉപരോധശേഷി ഇല്ലാത്തവർക്ക് നേരെ ഇനി അത് ഉപയോഗിക്കേണ്ടി വരില്ല. അവരെല്ലാം മാപ്പിരുന്ന് അങ്ങയുടെ കാൽക്കീയിൽ ചുരുണ്ടു കിടക്കുകയാണ്. കുന്തമുനകളും കുരുമ്പുകളും വിശ്രമിക്കട്ടെ. ഞങ്ങൾ കവചങ്ങൾ ദൂരെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ കൈകളിൽ ഞങ്ങളുടെ വിധി അർപ്പിച്ചു കഴിഞ്ഞു. പ്രായം ചെന്നവരുടെ ദയനീയ സ്വരം കേട്ട് അവരുടെ യാതന കണ്ട് നൗഫലിന്റെ മനസ്സിളകി. കഴിഞ്ഞതിനെ കൊയിച്ചു മൂടി അവരഭ്യർത്ഥിച്ച ഉടമ്പടിക്ക് സമ്മതമേകാൻ നൗഫലും തയ്യാറായിരുന്നു. അതിനുള്ള വില ചോദിക്കാൻ നൗഫൽ മറന്നില്ല. വധുവിനെ ഈ നിമിഷം തന്നെ കൊണ്ടുവരിക, എങ്കിൽ ഞാൻ തൃപ്തനായി നിങ്ങൾ ഓരോരുത്തരോടും ഗോത്രത്തെ തന്നെയും വെറുതെ വിടാം. നൗഫൽ ആജ്ഞാപിച്ച് ഒട്ടും വൈകാതെ തോറ്റവർക്കിടയിൽ നിന്ന് ഏകനായി ഒരാൾ നടന്നു വന്നു. യാതന കൊണ്ട് കുനിഞ്ഞ അയാൾ ലൈലയുടെ പിതാവായിരുന്നു. തികഞ്ഞ അപമാന ഭാരത്തോടെ വിജയിയായ നൗഫലിന്റെ മുന്നിൽ മുട്ടുകുത്തി മണലിൽ നെറ്റിമുട്ടിച്ചു. കൂടാരം നിറയുന്ന സ്വരത്തിൽ ഉറക്കെ വിലപിച്ചു. അറബികൾക്കിടയിലെ മഹാനായ രാജകുമാര, എന്നെയൊന്ന് നോക്കൂ, ഈ വൃദ്ധനെ. ഹൃദയം തകർന്ന് ദുരന്തത്താൽ വീഴ്ത്തപ്പെട്ട് കനിവിനു വേണ്ടി അങ്ങയുടെ കാൽച്ചുവട്ടിലെയ്യുന്ന ഈ വൃദ്ധനെ. ഒരനാഥനായ അപരിചിതനു മേലെ എന്ന പോലെ അറബികൾ എല്ലാ പഴിയും അപകീർത്തിയും കുന്നുകൂട്ടുകയാണ്. എന്നെ കരുതി ഒഴുക്കപ്പെട്ട പുഴകളെ കുറിച്ച് ഓർക്കുമ്പോൾ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരമ്ലത്തുള്ളിയായി ആവിയായി പോകാൻ ഞാൻ കൊതിച്ചു പോകുന്നു. വിധി പ്രഖ്യാപിക്കേണ്ടത് ഇനി അങ്ങയുടെ ചുമതലയാണ്. എൻ്റെ മകളെ എനിക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ അങ്ങയോട് വളരെയധികം കടപ്പെട്ടിരിക്കും. അല്ല, കൊല്ലാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അത് തന്നെ ചെയ്യുക. അവളെ കഷ്ണം കഷ്ണമാക്കി നുറുക്കി എരിച്ച് ഇല്ലാതാക്കുക. ആ തീരുമാനത്തിനെതിരെ ഞാൻ ഒരിക്കലും കലാപം കൂട്ടുകയില്ല. ഒരു ഉത്തരം മാത്രം ഞാൻ സ്വീകരിക്കുകയില്ല. ആ പിശാചിനെ ഒരിക്കലും ലൈലയെ വിട്ടുകൊടുക്കില്ല. മജ്നു, ആ ഭ്രാന്തിനെ ഇരുമ്പുതണ്ടിന്മേലാണ് കെട്ടിയിടേണ്ടത്, വിവാഹബന്ധത്തിലല്ല. അതൊക്കെ പോട്ടെ, ആരാണവൻ? ഒരു വിഡ്ഢി, ഒരു വെറും വട്ടൻ. സ്വന്തം കിടപ്പാടം പോലും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെണ്ടി, മലകളിലും മേടിലും പാഞ്ഞു നടക്കുന്ന നായാടി. മാത്രമല്ല, ഇത്ര കാലം കൊണ്ട് അവനെന്ത് നേടി? എന്റെയും അവന്റെ തന്നെയും സൽപ്പേര് നശിപ്പിച്ച് ദുഷിച്ച ആ പദ്യകാരന്റെ കൂടെ ഞാൻ ഇരിക്കണോ? ഇക്കണ്ട അറേബ്യയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ആരുടെയെങ്കിലും ചുണ്ടിൽ എൻ്റെ മകളെ കുറിച്ച് ഒരു പഴി കേൾക്കാനുണ്ടോ? എന്നിട്ടും ഇതിനെല്ലാം കാരണക്കാരനായ അവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കണം. അതോടുകൂടി എൻ്റെ പേര് എന്നേക്കുമായി ചീത്തയാകും. നടക്കാത്തത് ആവശ്യപ്പെടാതിരിക്കുക. അന്ന് നിർബന്ധിച്ചാൽ ഞങ്ങൾ നശിച്ചു പോയിക്കൊള്ളട്ടെ. ഈശ്വരൻ സാക്ഷിയായി ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ ഈ കൈകൾ കൊണ്ട് അവളുടെ ശിരസുരിഞ്ഞ് ഇന്ദുസദൃശയായ ഈ വധുവിനെ പട്ടികൾക്ക് തീറ്റയായി നൽകാം, എൻ്റെ മാനം രക്ഷിക്കാൻ, എനിക്ക് സമാധാനത്തിൽ കഴിയാൻ. മനുഷ്യരൂപത്തിലുള്ള ആ പിശാചിനേക്കാൾ പട്ടികൾ അവളെ വെട്ടി വിഴുങ്ങിക്കോട്ടെ. അവനേക്കാൾ ഭേദം അവരാണ്. ഒരു നിമിഷത്തേക്ക് ഈ ധീര വാഗ്ദാരനും ഭീകര ഭീഷണിയും നൗഫലിനെ നിശബ്ദനാക്കി. ഉള്ളാലെ ആ വൃദ്ധനോട് ക്ഷമിച്ച് ഒട്ടും വൈരാഗ്യബോധ്യമില്ലാതെ അയാൾ പറഞ്ഞു, എഴുന്നേൽക്കൂ.
വിജയ് ഞാനാണെങ്കിലും അങ്ങയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രമേ അവളെ എനിക്ക് വേണ്ടൂ. അക്രമത്തിലൂടെ പിടിച്ചെടുക്കപ്പെടുന്ന ഒരു സ്ത്രീ ഉണങ്ങിക്കരിഞ്ഞ അപ്പകഷ്ണം പോലെയും ഉപ്പുരുചിയുള്ള മധുരം പോലെയുമാണ്. ലൈലയുടെ പിതാവിനോട് തനിക്കുണ്ടായ പ്രതികരണത്തെ തന്റെ അനുയായികളിലും അനുകൂലിക്കുന്നതായി നൗഫലിന് ബോധ്യപ്പെട്ടു. അതിന് കാരണം മജ്നു തന്നെയായിരുന്നു. ആദ്യ യുദ്ധത്തിൽ ശത്രുപക്ഷത്തോട് മനസ്സുകൊണ്ട് ചേർന്ന അവനെ ഒരു വഞ്ചകനായി അവർ കരുതിയിരുന്നു. അന്ന് ഇത് മനസ്സിലാക്കി മജ്നുവിന് നേരെ തിരിയാൻ കുതിരക്കാരൻ ഇപ്പോൾ നൗഫലിന് അഭിമുഖമായി പറഞ്ഞു. ഈ വൃദ്ധൻ പറഞ്ഞത് തികച്ചും വാസ്തവമാണ്. വൃത്തികെട്ട കാമാന്തത മാത്രമാണ് അവനുള്ളിൽ. അവന്റെ മനസ്സു നിറയെ കലാപവാസനയാണ്. ഒരു വിവാഹത്തിന് അവൻ ഒട്ടും യോഗ്യനല്ല. അവൻ ചഞ്ചലത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമാണ്. അവനു വേണ്ടി നമ്മൾ മരിച്ച് യുദ്ധം ചെയ്തു. അവൻ കാംക്ഷിച്ചതോ ശത്രുവിന്റെ വിജയവും. ശത്രുക്കളുടെ അലമ്പുകൾക്ക് ലക്ഷ്യമായി സ്വന്തം ശരീരം തന്നെ നമ്മൾ വാഗ്ദാനം ചെയ്തില്ലേ? നമ്മുടെ പിന്നിൽ നിന്ന് ആ അമ്പുകൾ അവൻ ആഗ്രഹിച്ചു. ബോധമുള്ള ഒരുത്തൻ അങ്ങനെയാണോ പെരുമാറുക? ഒരു യുക്തിയും തഞ്ചവും ഇല്ലാതെ അവൻ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവളെ അവൻ നേടിയാൽ തന്നെ വിധി അവരെ കൂട്ടിയിണക്കാൻ കൂട്ടുനിൽക്കില്ല. അബദ്ധങ്ങളുടെ ഒരു കൂമ്പാരമാണ് അവൻ. അവനെ സഹിച്ചതിനെ കുറിച്ചോർത്ത് ഒരിക്കൽ നിങ്ങളും ലജ്ജിക്കും നൗഫൽ. നമ്മൾ നേടിയ വിജയവും നാണക്കേടും തന്നെ ധാരാളം. ഈ അലമ്പു കാര്യത്തിൽ നിന്ന് നമുക്ക് മെല്ലെ കൈ കഴുകി രക്ഷപ്പെടാം. ഇതായിരുന്നു പരിണാമം. നൗഫലിന് ഇനി എന്തു ചെയ്യും? തോൽപ്പിക്കപ്പെട്ടവനെങ്കിലും ലൈലയുടെ പിതാവ് കുടുകിടെ ഇളകാതെ നിന്നു. നൗഫലിന്റെ ആളുകൾ അയാളെ പിന്താങ്ങുന്നു. അവരെ കുറ്റപ്പെടുത്താൻ നൗഫലിന് തോന്നിയില്ല. അയാളുടെ മനസ്സിൽ സംശയങ്ങൾ നിറഞ്ഞു. ലൈലയുടെ പിതാവും സ്വന്തം ആൾക്കാരും പറയുന്നതിൽ സത്യാവസ്ഥയില്ലേ? വിജയത്തിന്റെ മതിപ്പിനെ കുറിച്ച് മറന്നുകളയാൻ നൗഫൽ തീരുമാനിച്ചു. സൈന്യത്തോട് പിന്തിരിയാൻ കൽപ്പന കൊടുക്കുകയും ചെയ്തു. അവർ അധിക ദൂരം പോയില്ല. അതിനു മുമ്പ് മജ്നു തന്റെ കുതിരയെ നൗഫലിനു നേരെ തിരിച്ചു നിർത്തി. അവന്റെ കണ്ണിൽ കണ്ണീർച്ചാലുകൾ പാഞ്ഞു. രോഷം കൊണ്ട് ഒരു അഗ്നിപർവ്വതത്തെ പോലെ തിളച്ചു മറിഞ്ഞു. വിശ്വാസവഞ്ചകനായ മിത്രം, അവൻ അലറി. നിങ്ങൾ എൻ്റെ സ്വപ്നങ്ങളെ പ്രതീക്ഷാനിർഭരമായ സന്ധ്യാ തേജസ്സോളം വളർത്തി വലുതാക്കി. എന്നിട്ടിപ്പോൾ ആശയറ്റ പകൽ വെളിച്ചത്തിലേക്ക് ഉന്തിത്തള്ളിയിടുകയാണ്. എന്തുകൊണ്ട്? എന്നോട് പറയണം. കയ്യിലുണ്ടായിരുന്ന ഇരയെ ഒഴിവാക്കിയോ? ഒരിക്കൽ എന്നെ സഹായിക്കാൻ ഒരുങ്ങിയ ഈ കൈകൾക്ക് ഇപ്പോൾ എന്തു പറ്റി? ദാഹിച്ചു വലഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തേക്ക് കൊണ്ടുപോയി. ഒരു കവിൾ വെള്ളം പോലും കുടിക്കുന്നതിന് മുമ്പ് തിരിച്ചു മരുഭൂമിയിലെ നരകത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് തള്ളുകയും ചെയ്തു. സർബത്തുണ്ടാക്കാൻ നിങ്ങൾ പഞ്ചസാര പുറത്തെടുത്തു. എന്നോട് വേണമോ എന്ന് ചോദിച്ചതുപോലുമില്ല. മധുരക്കട്ടികൾ നിറച്ച തീന്മേശക്കരികിൽ എന്നെ പിടിച്ചിരുത്തി. പിന്നെ ഒരു ഈച്ചയെ ആട്ടിപ്പായിക്കും പോലെ ആട്ടിപ്പായിക്കുകയും ചെയ്തു. എന്റെ നിധി നേടിത്തരണമെന്ന് ഒരു ഉദ്ദേശവും നിങ്ങൾക്കുണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ ഒന്നും മിണ്ടാതിരിക്കണമായിരുന്നു. മജ്നു പെട്ടെന്ന് കുതിരയെ തിരിച്ച് ഒരു ഉത്തരത്തിന് കാത്തു നിൽക്കാതെ കാട്ടുപ്രദേശത്തേക്ക് പാഞ്ഞുപോയി. ഒരു മേഘം അലിഞ്ഞില്ലാതാകുന്നത് പോലെ അവരുടെ കണ്ണിൽ നിന്നും അവൻ മറഞ്ഞു. അവന്റെ കണ്ണിൽ നിന്നും അടർന്നു വീണ് മണലിൽ അലിഞ്ഞ് അപ്രത്യക്ഷമായ കണ്ണീർ മഴ പോലെ. തന്റെ വേട്ടഭൂമിയിൽ തിരിച്ചെത്തിയ നൗഫൽ ആ പ്രദേശങ്ങളിലെല്ലാം മജ്നുവിനെ തിരഞ്ഞു. അവന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. സുഹൃത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനായിരുന്നു അയാൾ. അവനെ ആശ്വസിപ്പിക്കാൻ ധൃതി പൂണ്ടവനുമായിരുന്നു. നീണ്ട കഠിന യത്നത്തിന് ശേഷം മജ്നുവിനെ കണ്ടുപിടിക്കാൻ അവർക്ക് ആയില്ല. ജീവിത പുസ്തകത്തിൽ നിന്ന് തന്നെ അവന്റെ പേര് വെട്ടിക്കളഞ്ഞ പോലെ അവർക്ക് തോന്നി. തന്റെ സുഹൃത്തിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് നൗഫലിന്റെ ഉള്ളിൽ ഭയം വളരാൻ തുടങ്ങി. നൗഫലുമായി പിരിഞ്ഞ ശേഷം തന്റെ കുതിരപ്പുറത്ത് കൂടില്ലാത്തൊരു പക്ഷിയെപ്പോലെ മജ്നു അതിവേഗം മരുഭൂമിയിലേക്ക് പറന്നകന്നു. കാറ്റ് മാത്രമായിരുന്നു കൂട്ട്. നൗഫലിന്റെ വിശ്വാസവഞ്ചനയെക്കുറിച്ച് തന്നോട് തന്നെ പാടി. തന്റെ ദുർവിധിയെക്കുറിച്ച് വഴിയോര താവളങ്ങളിലെ അവശിഷ്ടങ്ങളോടും കരിക്കട്ടകളോടും പിറുപിറുത്തു. പെട്ടെന്നാണ് ദൂരെയായി അനേകം ബിന്ദുക്കൾ നീങ്ങുന്നത് അയാൾ കണ്ടത്. അരികിലെത്തിയപ്പോൾ ഒരു അപരിചിത സംഘത്തെ നേരിടേണ്ടി വന്നു. 2 ഗസൽമാനുകളെ ഒരു വേട്ടക്കാരൻ തന്റെ കടാര കൊണ്ട് കൊല്ലാനായിരുന്നു. ഈ മൃഗങ്ങളെ വെറുതെ വിട്ടുകൂടെ? മജ്നു അലറി. ഞാനിപ്പോൾ നിങ്ങളുടെ അതിഥിയാണ്. ഒരു അതിഥിയുടെ അപേക്ഷ നിങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല. അവയുടെ പാദങ്ങളിലെ കുടുക്ക് അഴിച്ചു കളയുക. എല്ലാ ജീവജാലങ്ങൾക്കും വസിക്കാനുള്ള സ്ഥലം ഈ ലോകത്തില്ലേ? കൊല്ലാൻ മാത്രം അവ നിങ്ങളോട് എന്ത് ചെയ്തു? നിങ്ങൾ ഒരു മനുഷ്യനല്ലെന്നുണ്ടോ? നിങ്ങൾ ചെന്നായയാണോ? ഒരു കൊലയുടെ പാപഭാരം ഏറ്റെടുക്കുകയാണോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവളുടെ കണ്ണുകൾ പോലെയല്ലേ അവയുടേതും? അവയുടെ ദർശനം വസന്തസ്മൃതികൾ ഉണർത്തുന്നില്ലേ? അവയെ വെറുതെ വിടൂ. നിങ്ങളുടെ ഉരുക്കിന്റെ മൂർച്ചയ്ക്ക് തീരെ പറ്റിയതല്ല അവയുടെ കഴുത്ത്. ഈ പുറത്ത് ഇതുവരെ ഒരു ഭാരവും ഏറ്റിട്ടില്ല. നിങ്ങളുടെ തീക്കനലിലേക്ക് എറിയാനുള്ളവയാണോ അവ? വേട്ടക്കാരൻ അതുവരെ അങ്ങനെയൊന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അയാൾ വാ പൊളിച്ച് മീച്ചു നിന്നു. പിന്നെ തന്റെ വിരലുകൾ മെല്ലെ ചപ്പാൻ തുടങ്ങി.
ഒടുവിൽ ആത്മബലം തിരിച്ചു കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷെ ഞാൻ തീരെ ദരിദ്രനാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സന്തോഷത്തോടെ അനുസരിക്കുമായിരുന്നു. 2 മാസത്തിനിടക്ക് ആദ്യമായി എനിക്ക് കിട്ടിയ ഇരയാണിത്. ഭാര്യയും 2 കുഞ്ഞുങ്ങളും എനിക്കുണ്ട്. കയ്യിൽ കിട്ടിയ ഇരയെ വിട്ട് തൻ്റെ കുടുംബത്തെ പട്ടിണിക്കിടാൻ ഞാൻ തയ്യാറാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരക്ഷരം മുറിയാടാതെ മജ്നു കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി കടിഞ്ഞാൻ വേട്ടക്കാരന് കൈമാറി. കൈമാറ്റത്തിന്റെ മൂല്യം മനസ്സിലാക്കിയ വേട്ടക്കാരൻ സമയമൊട്ടും പാഴാക്കാതെ കുതിരപ്പുറത്ത് ചാടിക്കയറി അതിവേഗം ഓടിച്ചുപോയി. മാനുകളുടെ അരികിൽ ഒറ്റക്കായി തീർന്ന മജ്നു അവയുടെ കണ്ണുകളിൽ ചുംബിച്ച് മെല്ലെ പാടി, രാവുപോലിരുണ്ടത്, അവളുടേതുപോൽ നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് തിരിച്ചു തരാനാവാത്തത് അവ സ്മൃതികൾ ഉണർത്തുന്നു. എരിഞ്ഞുപോയവ ദുഃഖ സന്തോഷങ്ങൾ, സന്തോഷ നിശ്വാസങ്ങൾ. അവയെ അനുഗ്രഹിച്ച് കാൽ വിലങ്ങുകളിൽ നിന്ന് വേർപ്പെടുത്തി. ചക്രവാളത്തിന് നേരെ അവ അപ്രത്യക്ഷമാവുന്നത് നോക്കി നിന്നു. തൻ്റെ കടുത്ത ദുഃഖഭാരവും കയ്യിലുള്ള അല്പം സാധനങ്ങളും പേറി മജ്നു വീണ്ടും യാത്ര തുടർന്നു. മണൽ കാൽ ചുട്ടുപൊള്ളിച്ചു. സൂര്യൻ ശിരസിനുമേൽ ആളിക്കത്തി. തലമണ്ട തിളക്കുന്നതായി തോന്നി. അവനതൊന്നും അറിഞ്ഞതേയില്ല. രാത്രി തൻ്റെ നീലക്കറുപ്പ് ശവക്കച്ച കൊണ്ട് പകലിനെ മൂടുന്നത് വരെ അവൻ നടന്നു. സൂര്യന്റെ ഉജ്ജ്വല സൗന്ദര്യം കടം വാങ്ങി ചന്ദ്രൻ ഉദിച്ചുയർന്നു. അപ്പോഴാണ് ആ ഏകാന്ത സഞ്ചാരി ഒന്ന് വിശ്രമിച്ചത്. സർപ്പദംശമേറ്റി പിടയുന്നൊരു പല്ലിയെ പോലെ ആർത്തനാദം പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് അയാൾ ഒരു ഗുഹയിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ഇരുട്ടിന്റെ മുടിച്ചുരുളിൽ അവൻ കണ്ണീർ മുത്തുകൾ അടർന്നു വീഴ്ത്തി. പാറക്കിടയിൽ പതുങ്ങിയിരുന്ന ദീർഘനിശ്വാസം അയച്ച് ജീവിത ഗ്രന്ഥത്തിന്റെ താളുകൾ ഓരോന്നായി മറിച്ച് അവൻ വായിച്ചു. രജനീയ യാമങ്ങൾ പോലെ കറുത്ത താളുകൾ അവനെ അല്പം പോലും ഉറങ്ങാൻ അനുവദിക്കാതെ ക്ഷയിച്ച് മാഞ്ഞു. ലോകത്തിന് വെളിച്ചം കാണിക്കുന്ന പ്രഭാതം തന്റെ കൊടിക്കുറ നിവർത്തി. സൂര്യൻ ചൈനയിൽ ഉദിച്ച് ആകാശത്തേക്ക് ഉയർന്നപ്പോൾ നിശാഭൂതങ്ങൾ തങ്ങളുടെ കെട്ടിൽ നിന്ന് മജ്നുവിനെ അയച്ചുവിട്ടു. അഗ്നിയിൽ നിന്ന് പുക ഉയർന്നു വരും പോലെ തൻ്റെ ഒളിത്താവളത്തിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് വന്ന് മജ്നു യാത്ര തുടർന്നു. വൈനീളെ കാവ്യങ്ങൾ രചിച്ച് തനിക്ക് തന്നെ കേൾക്കാൻ പാകത്തിൽ അവ ഉറക്കി ആലപിച്ചു. വൈകുന്നേരമായപ്പോൾ അവൻ മറ്റൊരു വേടന്റെ അരികിലെത്തി. തൻ്റെ കുരുക്കിൽപ്പെട്ട ഒരു ആൺമാനിനെയാണ് അയാൾ കൊല്ലാൻ മുതിർന്നത്. മജ്നു അയാളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഒരു കടാരയുടെ മൂർച്ചയിൽ ഉറക്കെ ഒച്ച വെച്ചു, ഹേ നിഷ്ഠൂര ശാസ്ത്രന്റെ കഴുതപ്പുലി, അവശരെയും നിരാലംബരെയും ചവിട്ടി മെതിക്കുന്നവനെ, ഈ പാവം ജീവിയെ ഇപ്പോൾ തന്നെ വിട്ടുകളയണം. ഇനിയും കുറച്ചു കാലത്തേക്ക് കൂടി അതതിൻ്റെ ജീവിതം ആസ്വദിച്ചോട്ടെ. അവൻ്റെ ഇണ കൂട്ടുകാരനില്ലാതെ എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും. ഒരു മനുഷ്യ നാക്കുണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ആർത്തു വിളിച്ചേനെ. ഞങ്ങളോട് ഇത് ചെയ്തവന് അതേ കഷ്ടപ്പാടുണ്ടാവും. അവനും ഇനിയൊരു സന്തോഷ ദിവസം കാണാൻ ഇടവരാതിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ ശാപം കേൾക്കാൻ ഇഷ്ടമുണ്ടോ? കഷ്ടപ്പെടുന്നവരുടെ ദാരുണാവസ്ഥയെ കുറിച്ചോർത്ത് നിങ്ങൾക്കൊട്ടും ആശങ്ക തോന്നുന്നില്ലേ? ആ ആൺമാനാണ് നിങ്ങളെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ആൺമാൻ മേടൻ, നിങ്ങൾ അതിന്റെ ഇര. ഒരാൺമാനിനെ കൊല്ലണം എന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല, വേടൻ പറഞ്ഞു. എന്റെ ജീവിതം നിലനിർത്തുന്നതിൽ മാത്രമേ എനിക്കിപ്പോൾ താല്പര്യമുള്ളൂ. ഞാനൊരു മൃഗത്തെ പിടിച്ചു. നിങ്ങൾക്കതിനെ അത്ര പിടിച്ചില്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് വിൽക്കാൻ ഞാൻ തയ്യാറാണ്. മജ്നുവിന്റെ കയ്യിൽ അത്ര വലിയ ദ്രവ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നൗഫൽ കൊടുത്തിരുന്നതിൽ കുറച്ചു സാധനങ്ങൾ അവന്റെ കൈവശമുണ്ടായിരുന്നു. അവയെല്ലാം വേടന്റെ കാൽക്കീയിൽ സമർപ്പിച്ചു. ഈ വിലപേശൽ വേടന് നന്നായി ബോധിച്ചു. അവയെല്ലാം തന്റെ തോളിലേറ്റി മജ്നുവിന് മാനിനെ വിട്ടുകൊടുത്ത് അയാൾ സ്ഥലം വിട്ടു. വേടൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു പിതാവ് കുഞ്ഞിനരികിലേക്ക് ഉയർന്ന ആർദ്രതയോടെ മജ്നു മാനിനെ സമീപിച്ചു. അതിനെ തലോടിച്ച് അവൻ മൊഴിഞ്ഞു, എന്നെപ്പോലെ നീയും പ്രിയപ്പെട്ടവളിൽ നിന്ന് വേർപെട്ടുവല്ലേ? പുൽമേടുകളിലെ അതിവേഗക്കാരാ, പർവ്വതവാസി, എത്ര വ്യക്തമായി നീ അവളെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നു. വേഗം പോയി നിന്റെ കൂട്ടുകാരിയെ തിരഞ്ഞു പിടിക്ക്. അവിടെയാണ് നിന്റെ സ്ഥാനം. ഈ അലച്ചിലിനിടയിൽ ഒരു പക്ഷേ ലൈലയുടെ കൂടാരം കടന്നു പോവുകയാണെങ്കിൽ അവളെ കണ്ടുമുട്ടുന്നു എന്ന് തന്നെ വരികിൽ ഈ സന്ദേശം അവളെ അറിയിക്കണേ. ഞാൻ നിന്റേതാണ്. എത്ര ദൂരെയാണ് നീയെങ്കിലും നിന്റെ വേദന നീ വേദനിക്കുമ്പോൾ എനിക്കും വേദന കൊണ്ടുവരുന്നു. അവിടെ കാറ്റ് വീശുന്നില്ലെങ്കിലും നിന്റെ ഗന്ധം എന്നിലേക്ക് പ്രസരിക്കുന്നു. അവിടെ പക്ഷികളൊന്നും പാടുന്നില്ലെങ്കിലും നിന്റെ പേര് എനിക്കായി വിളിക്കുന്നു. അടയാളങ്ങൾ എന്നിൽ അവശേഷിപ്പിച്ചിട്ടുള്ള ഓരോ സ്മൃതിയും എന്നേക്കുമായി തങ്ങി നിൽക്കുന്നു. എൻ്റെ ഒരു ഭാഗമെന്ന പോൽ സുഹൃത്തെ ഇതവളോട് പറയുക. ഈ വാക്കുകൾ ഓതി മജ്നു മാനിനെ കുരുക്കിൽ നിന്നും മോചിപ്പിച്ചു. ഈ സമയത്ത് അങ്ങ് മുകളിൽ രാത്രിയുടെ യാത്രാ സംഘം നീങ്ങുന്നുണ്ടായിരുന്നു. കിഴക്കൻ വാനിൽ ഇരുട്ടിൽ നിന്ന് ചന്ദ്രൻ പൊന്തി വന്നു.
നൈൽ നദിയിലെ ജലധാര പോലെ ക്ഷീരപഥം ഈജിപ്തിനു മുകളിലൂടെ ഒഴുകി. ചിറകെരിഞ്ഞ പക്ഷിയെപ്പോലെ മജ്നു ആകാശത്തേക്ക് നോക്കി. നിവർന്നു നിന്ന് എരിഞ്ഞു തീരുന്നൊരു മെഴുകുതിരിയായി അവൻ കാണപ്പെട്ടു. പുതിയ പ്രഭാതത്തിന്റെ തേജോവാഹിനിയായ സ്വർണ്ണ വെളിച്ചം സ്വർഗത്തിന്റെ രാനീല ചക്രത്തിന്റെ അഴികൾക്കിടയിലൂടെ പരന്നു. ഉണർന്നെണീറ്റ സൂര്യൻ ചക്രവാളത്തിൽ ചുവന്ന പുതു പനിനീർപ്പൂക്കൾ ചിത്രണം ചെയ്തു. എന്നാൽ മജ്നു ഒരു ശരത്കാല പുഷ്പം പോലെയായിരുന്നു. യാതനയും പരാവശ്യവും തല്ലിക്കൊഴിച്ച് ശിരസ് തൂങ്ങിക്കിടന്നു. ഉച്ചയായപ്പോൾ സൂര്യൻ അവനു നേരെ അസ്ത്രങ്ങൾ ആഞ്ഞെയ്തു. ഒരു ചെറിയ നീരുറവ കണ്ട് അവൻ സന്തോഷിച്ചു. ഈന്തപ്പനകൾക്ക് ചുവട്ടിൽ നീർച്ചാട്ടത്തിൽ കുമിളകൾ നുരച്ചിരുന്നു. ഒരു ചെറുകുളം വിശ്രമിക്കാനായി അവനെ ക്ഷണിച്ചു. വെള്ളം, പച്ചപ്പ്, തണൽ, ഭൂമിയിലേക്ക് വീണ സ്വർഗത്തിന്റെ ഒരു മൂലയാണിതെന്ന് മജ്നുവിന് തോന്നി. ദിവ്യ തടാകമായ കൗത്താറിന്റെ പരിസര പ്രദേശം പോലെ. ആവോളം വെള്ളം കുടിച്ച് ഈന്തത്തണലിൽ ചെറുപുല്ലിന്റെ ചിത്രപരവതാനിയിൽ അല്പം വിശ്രമിക്കാനായി അവൻ കിടന്നു. അവശനായ അവൻ വേഗം തന്നെ സുഖനിദ്രയാൽ ആവരണം ചെയ്യപ്പെട്ടു. ഒന്നും അറിയാതെ സമയം നീങ്ങി. പിന്നീട് ഉണർന്നപ്പോൾ സൂര്യൻ പടിഞ്ഞാറേക്ക് താഴെ കുനിഞ്ഞിരുന്നു. ആരോ തന്നെ ഉറ്റുനോക്കുന്നുണ്ടെന്ന് അവന് തോന്നി. പക്ഷെ ആര്? ജീവനുള്ള ഒന്നും ദൂരെയോ അരികിലോ അദൃശ്യമായിരുന്നില്ല. യാദൃശ്ചികമായി അവന്റെ കണ്ണുകൾ ഈന്തപ്പനയുടെ ശിഖരത്തിലേക്ക് പാഞ്ഞു ചെന്നു. അതിന്റെ തണലിലിരുന്ന് അവൻ വിശ്രമിച്ചിരുന്നത്. കാവൽക്കാരനും അത് തന്നെ. പങ്കയുടെ ആകൃതിയിൽ ശിഖരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള പച്ചക്കവരത്തിൽ അവനൊരു കറുത്ത നിഴൽ കണ്ടു. ഒരു വലിയ മലങ്കാക്ക. അവൻ അതിനെ തന്നെ തുറച്ചു നോക്കി നിശ്ചലമായി പതുങ്ങിയിരുന്നു. അതിന്റെ കണ്ണുകൾ ദീപനാളങ്ങൾ പോലെ വെട്ടിത്തിളങ്ങി. മജ്നു വിചാരിച്ചു, തന്നെ പോലെ ദുഃഖവസ്ത്രം ധരിച്ച ഒരു അലച്ചിലുകാരൻ. നമുക്കായാലും അങ്ങനെയേ തോന്നൂ. ആ പക്ഷിയോട് അവൻ ഉറക്കെ പറഞ്ഞു. കറുത്ത വസ്ത്രക്കാരാ, നീ ആർക്കു വേണ്ടിയാണ് വിലപിക്കുന്നത്? പകൽ വെളിച്ചത്തിൽ എന്തിനാണ് രാത്രിയുടെ ഇരുണ്ട വസ്ത്രം? എന്റെ യാതനയുടെ അഗ്നിയിലാണോ നീ എരിയുന്നത്? അതല്ല, എന്റെ ആത്മാവ് തന്നെയാണോ നിന്റെ കറുത്ത വസ്ത്രത്തിൽ വേഷപ്രജന്നനായിരിക്കുന്നത്? ഈ ശബ്ദം കേട്ട് അവനിൽ നിന്ന് നോട്ടം പിൻവലിക്കാതെ തന്നെ അത് മറ്റൊരു കവരത്തിലേക്ക് മാറിയിരുന്നു. മജ്നു തുടർന്നു. നീയും എന്നെ പോലെ ഹൃദയമെരിഞ്ഞവരുടെ ഗണത്തിൽ പെടുന്നവനാണെങ്കിൽ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത്? വെള്ളിയാഴ്ചകളിൽ പള്ളിയിലെ പ്രസംഗപീഠത്തിൽ നിന്ന് ഒരു പ്രസംഗം നടത്തുന്ന ഖാത്തിബാണോ നീ? അതുകൊണ്ടാണോ നീ ഇരുണ്ട വസ്ത്രം ധരിച്ചിരിക്കുന്നത്? അതല്ല, നീ ഒരു കാപ്പിരി കാവൽക്കാരനാണോ? ആണെങ്കിൽ ആരെയാണ് നീ ഭയക്കുന്നത്? ഓ, ഒരു പക്ഷേ ഞാനൊരു ഷായും നീ എൻ്റെ അംഗരക്ഷകനുമാകും. ഒരു കാര്യം മറക്കരുതേ, നിന്റെ പറക്കലിനിടയിൽ എങ്ങാനും എൻ്റെ പ്രിയപ്പെട്ടവളെ കണ്ടുമുട്ടിയാൽ എൻ്റെ ഈ വാക്കുകൾ അവളെ നീ അറിയിക്കണം. എന്നെ സഹായിക്കൂ, ഈ ഏകാന്തതയിൽ എന്നെ സഹായിക്കൂ. ഏകാന്തതയിൽ എൻ വെളിച്ചം കെടുന്നു. കൊടുങ്കാട്ടിൽ ഭയം വേണ്ട, കാരണം ഞാൻ നിങ്ങളുടേതാണെന്ന് നീ പറഞ്ഞു. വൈകിക്കല്ലേ, അല്ലെങ്കിൽ മരിച്ച എന്നെയാണ് നീ കാണുക. ചെന്നായിയാൽ പിടിക്കപ്പെട്ട് ആട് എല്ലാം വൈകിയാണ് കേൾക്കുന്നത്. ഇടയന്റെ കുയൽ അതിന്റെ ക്രൂരവിധിയെക്കുറിച്ച് വിലപിക്കുന്നു. ദാഹം കൊണ്ട് മരിക്കുകയോ? ആകാശത്ത് ഞാൻ പായിലുറ്റു നോക്കുന്നു. വളരെ വൈകി മേഘം രക്ഷാവർഷം കൊണ്ടുവരുന്നു. മജ്നു ഈ വരികൾ മൂളിയപ്പോൾ മലങ്കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ചിറകടിച്ച് മാറി മാറിയിരുന്ന് ഒടുവിൽ അസ്തമയ വെളിച്ചത്തിൽ മായും വരെ പറന്നുകൊണ്ടിരുന്നു. അസ്തമയം അതിനെ വിഴുങ്ങിയ പോലെ തോന്നി. സമയം പകലായിരുന്നില്ല, രാത്രിയുമായിട്ടില്ല. വവ്വാലുകൾ ഉണരുന്ന സമയം. ഇരുട്ട് മലങ്കാക്കയുടെ തൂവൽക്കൂട്ടം പോലെ കറുത്തിരുണ്ടു. എന്തൊരു കൂറ്റൻ മലങ്കാക്കയാണ് രാത്രി! അതിന്റെ ചിറകുകൾ ആകാശം മുഴുവൻ പടരുന്നു. തുറിച്ചു നോക്കുന്ന മഞ്ഞ കണ്ണുകൾ ഇപ്പോഴുമുണ്ട്. ആയിരക്കണക്കിനാണെന്നു മാത്രം. ചെറുതാണെങ്കിലും ഉജ്ജ്വലം, എണ്ണാൻ പറ്റാത്തതത്രേ. അവയുടെ തുറിച്ചു നോട്ടത്തിൽ നിന്ന് സ്വയം ഒളിപ്പിക്കാൻ മജ്നു മുഖം കൈകൾ കൊണ്ട് മറച്ചു. ദയനീയമായി വിതുമ്പിക്കരയാനും തുടങ്ങി. രാവിന്റെ തിരശീലക്കിടയിലൂടെ പുലരി ശിരസ് പുറത്തേക്ക് നീട്ടിയപ്പോൾ പഴയ ലോകം ഓരോ ജീവിയുടെയും കണ്ണിൽ നവ്യമായി തീർന്നു. ഒരു പുതു പൂന്തോട്ടം പോലെ. മജ്നുവിന് പ്രിയപ്പെട്ടവളിൽ നിന്നുള്ള അകൽച്ച താങ്ങാൻ പറ്റാതായി തുടങ്ങി. രാത്രി മലങ്കാക്കയുടെ ചിറകുകൾ വികസിച്ചതുപോലെ മജ്നുവും തിടുക്കപ്പെട്ടു. തനിക്ക് ചുറ്റിപ്പറിക്കാനുള്ള വെളിച്ചം തേടി കുതിച്ചു പായുന്ന ശലഭത്തെ പോലെയായിരുന്നു അയാൾ. ലക്ഷ്യത്തിലേക്ക് അടുക്കും തോറും ലൈലയുടെ സുഗന്ധത്തിൽ ഹൃദയം മത്തുപിടിച്ചു. അവളുടെ ശബ്ദം ഉയർന്നുയർന്ന് സ്വന്തം കാതുകളിൽ നിറയും തോറും കണ്ണുകൾ അവളുടെ മുഖം പർവ്വതങ്ങളിലും തായ്വരകളിലും കൂടുതൽ വ്യക്തതയോടെ തിരിച്ചറിഞ്ഞു. ശരീരമാകെ തളർന്ന പോലെ അവന് തോന്നി. കുറച്ചു വിശ്രമിക്കണം. മരിച്ചവരുടെ കൂടെ വളരെ കാലം കഴിഞ്ഞുകൂടേണ്ടി വന്ന ഒരാളെ പോലെയായിരുന്നു അവൻ. ഓരോ ശ്വാസത്തിലും നെടുവീർപ്പിലും ജീവപ്രവാഹം മെല്ലെ തിരിച്ചു വരുന്നത് പോലെ.
അവനവിടെ ഇരിക്കുമ്പോൾ 2 അപരിചിത രൂപങ്ങൾ അരികിലെത്തി. ഒരു സ്ത്രീയും പുരുഷനും. സ്ത്രീ അയാളെ ചങ്ങലക്കിട്ട് കയർ കെട്ടി വലിച്ചിഴച്ച് കൊണ്ടുവരികയാണ്. അയാൾക്ക് ചപ്ര തലയും താടിയുമുണ്ട്. ഇരുമ്പു ചങ്ങലയുടെ ഭാരത്താൽ ശരീരം കീഴോട്ടാഞ്ഞ് അയാൾക്ക് നടക്കാൻ പോലും പറ്റിയിരുന്നില്ല. തനി ഭ്രാന്തന്റെ നോട്ടവും പെരുമാറ്റവും. ഒരു കാളയെ അല്ലെങ്കിൽ ഒരു കഴുതയെ എന്ന പോലെയാണ് സ്ത്രീ തിടുക്കപ്പെട്ട് ആഞ്ഞാഞ്ഞ് വലിക്കുന്നത്. മജ്നു ശരിക്കും ഞെട്ടിപ്പോയി. പാവം പിടിച്ച മനുഷ്യനോട് കാരുണ്യം തോന്നി. തന്റെ തടവുകാരനോട് ഇത്ര പരുക്കനായി പെരുമാറുന്നതെന്ന് സ്ത്രീയോട് മജ്നു കേണപേക്ഷിച്ചു. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ? ഇങ്ങനെ ചങ്ങലക്കിട്ട് വലിക്കാൻ മാത്രം അയാൾ എന്ത് തെറ്റ് ചെയ്തു? താങ്കൾക്ക് സത്യം കേൾക്കണോ? സ്ത്രീ ചോദിച്ചു. ഇയാൾ ഒരു കുഴപ്പക്കാരനോ കുറ്റവാളിയോ അല്ല. ഞാനൊരു വിധവയാണ്. ഇയാൾ ഒരു ആത്മീയ നർത്തകനും. ഞങ്ങൾ രണ്ടാളും വളരെ കഷ്ടപ്പെട്ടു. കീശയും വയറും നിറക്കാൻ എന്തും ചെയ്യാൻ തയ്യാറായി. അങ്ങനെയാണ് ഇയാളെ ചങ്ങലക്കിട്ട് വലിക്കാൻ തീരുമാനിച്ചത്. ചങ്ങലയിൽ കിടക്കുന്ന ആൾ ഒരു ഭ്രാന്തനാണെന്ന് കരുതി ആർക്കെങ്കിലും ദയവ് തോന്നി ഭക്ഷണമോ ഭിക്ഷയോ നൽകും. അത് ഞങ്ങൾ മാന്യമായി പങ്കെടുക്കും. ഇത് കേട്ടപ്പോൾ മജ്നു മുട്ടുകുത്തി അവളോട് കെഞ്ചി, ഈ മനുഷ്യനെ ചങ്ങലയിൽ നിന്ന് മുക്തനാക്കി എന്നെ ബന്ധിച്ചുകൂടെ? അസ്വസ്ഥ ചിത്തനായ ഒരു വിഷാദക്കാരനാണ് ഞാൻ. എന്നെയാണ് കെട്ടിയിടേണ്ടത്, അയാളെ അല്ല. എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കെട്ടിവലിക്കാം. അങ്ങനെ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ എടുക്കുകയും ചെയ്യാം. മജ്നുവിനെ ആവർത്തിക്കേണ്ടി വന്നില്ല. വൃദ്ധ സ്ത്രീ ആദ്യത്തെ ആളെ അയച്ചുവിട്ട് മജ്നുവിനെ കെട്ടിയിട്ടു. അവൾ ചെയ്യുന്നത് ശുശ്രൂഷയാണെന്ന മട്ടിൽ മജ്നു വളരെ സന്തോഷിച്ചു. തന്റെ പുതിയ ഇരയെ കയർ കെട്ടി വലിച്ച് ആ സ്ത്രീ നടക്കാൻ തുടങ്ങി. ഓരോ കൂടാരത്തിനരികിലും സ്ത്രീയും തടവുകാരനും നിന്നു. ലൈല ലൈല എന്ന് കരഞ്ഞുകൊണ്ട് മജ്നു തന്റെ പ്രണയഗാനങ്ങൾ പാടും. ശിരഫും ശരീരവും കല്ലിൽ ആഞ്ഞടിക്കും. ചങ്ങലയ്ക്കുള്ളിൽ കിടന്നു തന്നെ കടിച്ചു മത്തനായ ഭ്രാന്തനെ പോലെ നൃത്തം ചെയ്യും. സ്ത്രീ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു ദിവസം മരുപ്പച്ചയിൽ ഉയർത്തിയിട്ടുള്ള കുറച്ചു കൂടാരങ്ങൾക്കരികിൽ അവരെത്തി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ലൈലയുടെ കൂടാരം അവയ്ക്കിടയിൽ അവൻ വ്യക്തമായി കണ്ടു. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ കുടുകുടെ പ്രവഹിക്കാൻ തുടങ്ങി. വസന്തത്തിൽ മേഘങ്ങളിൽ നിന്ന് പൊട്ടിയൊയ്യുന്ന മഴവെള്ളച്ചാട്ടം പോലെ അവനാകെ തകർന്നു. മണ്ണിൽ തലയടിച്ച് ഉറക്കെ വിളിച്ചു, എന്നെ എനിക്ക് തന്നെ വിട്ട് നീ പോയി. നീ നൊമ്പരങ്ങൾ മാത്രം പങ്കുവെച്ചു. ഞാനിതാ പ്രായശ്ചിത്തം ചെയ്യുകയാണ്. നൗഫലിനെ കൊണ്ട് നിന്നെയും നിന്റെ കൂട്ടുകാരെയും വളരെയധികം കഷ്ടപ്പെടുത്തി. അതിന്റെ ശിക്ഷയായി എന്റെ സ്വാതന്ത്ര്യം ഞാൻ ഉപേക്ഷിച്ചു. ചങ്ങലയാൽ തളക്കപ്പെട്ട് ഞാനിതാ നിന്റെ മുന്നിൽ നിൽക്കുന്നു. എന്റെ കഴുത്തിലൊരു കയറുണ്ട്. ആവോളം നിനക്കെന്നെ പ്രഹരിക്കാം. എനിക്കറിയാം ഞാൻ പാപം ചെയ്തവനാണ്. എന്റെ പാപം മാപ്പർഹിക്കാത്ത തരത്തിൽ അതികഠിനവുമാണ്. ഞാൻ നിന്റെ തടവുകാരൻ, നീ എന്റെ വിധികർത്താവ്. വിധി പ്രസ്താവിക്കാം. നിനക്ക് ഇഷ്ടമുള്ളത്ര ക്രൂരമായി ശിക്ഷിക്കാം. നിന്റെ ആളുകൾ സഹിക്കേണ്ടി വന്നതിന് ഞാനാണ് കുറ്റക്കാരൻ. പാപപരിഹാരാർത്ഥം സ്വന്തം കൈകൊണ്ട് തന്നെ ശരീരത്തെ ഞാൻ പീഡിപ്പിക്കുകയാണ്. ഇന്നലെ ഞാൻ കുറ്റം ചെയ്തു. ഇന്ന് നിന്റെ പീഡനമേൽക്കാൻ ചങ്ങലയിൽ ഞാൻ വന്നു നിൽക്കുന്നു. കൊല്ലാം, പക്ഷേ ദാരുണാവസ്ഥയിൽ ഉപേക്ഷിക്കരുത്. വിശ്വസ്തത വെടിഞ്ഞപ്പോൾ പോലും നീ വിശ്വസ്തയാണ്. ഞാനാകട്ടെ നിരപരാധിയായിരിക്കുമ്പോൾ പോലും അപരാധിയാണ്. ഒരിക്കലും നിന്റെ ആശംസകൾ എന്റെ അരികിൽ എത്തിയിട്ടില്ല. നിന്റെ വിരലുകൾ എന്റെ മുടിയിഴകളെ ഒരിക്കലും തലോടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. അസ്ത്രം കൊണ്ടും കൊലപാതകം ചെയ്തെങ്കിലും ഒന്നെന്നിലേക്ക് കണ്ണയച്ചേക്കാം. നിന്റെ കൈ എന്റെ ശിരസിൽ പതിഞ്ഞേക്കാം. മൃഗം ബലി ചെയ്യപ്പെടുമ്പോ എന്ന പോലെ വാള് വലിച്ചൂരി കഴിഞ്ഞാൽ ശിരസിന് ഉമ്മറപ്പടിയിൽ വിശ്രമം അനുവദിച്ചേക്കാം. എബ്രഹാമിന്റെ മുന്നിൽ ഇസ്മായിൽ എന്ന പോലെ ഞാൻ വിശ്വാസപൂർവ്വം ശിരസ് നീട്ടും. നീയാണ് ശിരസറുക്കുന്നതെങ്കിൽ ഞാൻ ഭയപ്പെടുന്നതെന്തിന്? ഞാൻ മെഴുകുതിരി പോലെ എരിയുന്നു. എന്റെ തിരി മുറിക്കുന്നത് നീയാണെങ്കിൽ ഒന്നുകൂടി പ്രകാശത്തിൽ അതെരിയും. താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിന്റെ അടുത്തെത്താൻ എനിക്ക് മാർഗമൊന്നുമില്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് നീ മോചിതയാവുക. നിന്റെ പാദത്തിൽ അനശ്വര നിദ്ര കൊള്ളാൻ എന്നെ അനുവദിക്കുക. പിന്നീട് ഒന്നും മജ്നുവിന് ഉരിയാണ്ടാനായില്ല. അലമുറയിടുന്ന ഒരു ഇരുമ്പ് പോലെ അവൻ മണ്ണിൽ നിന്നുയർന്നു. ഭ്രതാവിഷ്ടനെ പോലെ വികൃത ചേഷ്ടകളോടെ 2 കൈകൾ കൊണ്ടും ചങ്ങല ആഞ്ഞു വലിച്ചു. അമാനുഷ്യ പ്രഭാവത്തോടെ വലിച്ചു പൊട്ടിച്ചു. മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വൃദ്ധസ്ത്രീയുടെ അടുത്തു നിന്ന്, ലൈലയുടെ കൂടാരത്തിൽ നിന്ന്, എല്ലാ മനുഷ്യജീവികളിൽ നിന്ന് തന്നെ അകന്ന് നജിദ് പർവ്വത പ്രദേശങ്ങളിലേക്ക് അലറി വിളിച്ച് പാഞ്ഞുപോയി. അവന്റെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഈ വാർത്തയറിഞ്ഞു. തൊട്ടു മുമ്പത്തെ ആഴ്ചകളിലും മാസങ്ങളിലും അവൻ അനുഭവിച്ചതിനെ കുറിച്ചെല്ലാം അവരറിഞ്ഞു. ചിലർ അവനെ അന്വേഷിച്ചു പോയി. മലയിടുക്കുകളിലെ താവളങ്ങളിൽ അവനെ കണ്ടെത്തിയവരാകട്ടെ ലൈല എന്ന പേരും അവളുടെ ഓർമ്മകളുമല്ലാതെ മറ്റൊന്നും അവന്റെ മനസ്സിലില്ലെന്ന് മനസ്സിലാക്കി. മറ്റെന്തിനെ കുറിച്ചെങ്കിലും ചോദിച്ചാൽ ഒരു മദ്യപന്റെ ഓളം ബാധിച്ച് നിശബ്ദനായി ഇരിക്കുകയോ ഓടി രക്ഷപ്പെടുകയോ
പറയുകയോ ചെയ്തു. തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് അവനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം അവനിൽ അമ്പരപ്പ് മാത്രമേ ഉളവാക്കിയുള്ളൂ, എവിടേക്കും നയിച്ചില്ല. അവനെ നന്നാക്കാൻ ശ്രമിച്ചവർ ഒന്നും ചെയ്യാനാകാതെ തിരിച്ചുപോയി. ഒടുവിൽ മാതാപിതാക്കൾക്കും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചു വരില്ലെന്നും തങ്ങൾക്ക് അവനെ നഷ്ടമായെന്നും അവർക്ക് ബോധ്യമായി. ഈ സമയങ്ങളിലൊക്കെ ലൈലയ്ക്ക് എന്ത് പറ്റി? ആഴക്കടലിൽ മുങ്ങുന്നവൻ മുങ്ങിക്കോട്ടെ. ആത്മസമുദ്രത്തിന്റെ ശബ്ദം എന്താണെന്ന് നോക്കാം. നൗഫലിന്റെ വിജയത്തെക്കുറിച്ച് ലൈല വൈകാതെ മനസ്സിലാക്കി. പിതാവ് തന്നെയാണ് വാർത്ത അവളെ അറിയിച്ചത്. കൂടാരത്തിലേക്ക് അദ്ദേഹം ഓടിക്കിതച്ചെത്തി. ആകെ ചോരയിലും പൊടിയിലും മുങ്ങിയിരുന്നു. തളർന്നും തകർന്നു വരുന്ന അദ്ദേഹത്തിന്റെ തലപ്പാവ് അലങ്കോലപ്പെട്ടിരുന്നു. നാണം കെട്ട തോൽവിക്ക് ശേഷവും സാന്ത്വനം കൊതിക്കുന്ന ഒരാളായി അദ്ദേഹം കാണപ്പെട്ടില്ല. അവശനായിരുന്നെങ്കിലും കണ്ണുകളിൽ സംതൃപ്തി തിളങ്ങിയിരുന്നു. ശബ്ദം വിജയുടേത് പോലെ മുഴങ്ങി. ഒടുക്കത്തെ ഒരു അടവ് തന്നെയായിരുന്നു. അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞു, വാളുകൊണ്ട് നമ്മളെ തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും നൗഫൽ എന്ന മനുഷ്യനെ നാക്കുകൊണ്ട് വളച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു. ഒരു തലനായിലേക്കാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ആ മതിക്രമക്കാരൻ മജ്നു നമ്മുടെ കൂടാരത്തിനകത്തേക്ക് ഏതാണ്ട് എത്തിക്കഴിഞ്ഞതാണ്. എങ്കിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നേനെ? ഇപ്പോൾ നൗഫൽ ദൈവനാമത്തിൽ പടവെട്ടുകയും വിജയിക്കുകയും ചെയ്തവൻ പിൻവാങ്ങി കഴിഞ്ഞു. നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു. ലൈലയ്ക്ക് എല്ലാം കേട്ടിരിക്കേണ്ടി വന്നു. വേദന കൊണ്ട് അവളുടെ ഹൃദയം തകർച്ചയുടെ വക്കത്തെത്തിയിരുന്നു. പിതാവിൻ്റെയും മറ്റുള്ളവരുടെയും മുമ്പിൽ വെച്ച് അവൾക്കത് പ്രകടിപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. ആരും അറിയാതെ അവൾ ഇതുമ്പി കരഞ്ഞു. സഹിച്ചു. ചാരക്കണ്ണുകളിൽ നിന്ന് രാത്രി അവളെ മറച്ചു പിടിച്ചപ്പോൾ കണ്ണീർ തുള്ളികളെ സ്വതന്ത്രമായി വീഴാൻ അവൾ അനുവദിച്ചു. ഉറക്കം നഷ്ടപ്പെട്ട കണ്ണുകൾ മിർസിഫിനെ പോലെ അറ്റം വരെ വീർത്തു തുടിക്കുന്നത് വരെ അവൾ കണ്ണീരൊഴുക്കി. മാതാപിതാക്കളുടെ താമസ സ്ഥലം അവൾക്കൊരു കൽത്തുറങ്കായി തീർന്നു. വെളിപ്പെടുത്താനാകാത്ത ഹൃദയരഹസ്യം കാത്തു സൂക്ഷിച്ച് മുറുക്കി കെട്ടിയ ചാക്കിലെ സർപ്പത്തെ പോലെ അവൾ കുളഞ്ഞു. പുറത്തു കിടക്കാൻ ഒരു വഴിയും കാണാതെ അവൾ കാത്തിരുന്നു. കൂടാരത്തെ ആർദ്രമായി തലോടിയ കാറ്റിന് ചെവി കൊടുത്തു. പ്രിയമുള്ളവന്റെ എന്തെങ്കിലും സന്ദേശം അത് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചു. ഇതിനിടയിൽ ലൈലയുടെ സൗന്ദര്യവും പ്രണയവും പാടിപ്പുകഴ്ത്തുന്ന മജ്നുവിന്റെ കവിതകൾ നാടെങ്ങും പരന്നു കഴിഞ്ഞിരുന്നു. അവളുടെ സ്വർഗകാന്തിയിൽ തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ വിലപിടിച്ച വാഗ്ദാനങ്ങളുമായി പ്രഭുകുമാരന്മാർ ലൈലയുടെ പിതാവിനെ സമീപിച്ചു. ചിലർ അളക്കാൻ പറ്റാത്തത്ര ഭൂമിയാണ് വാഗ്ദാനം ചെയ്തത്. വേറെ ചിലർ എണ്ണമില്ലാതെ ചെമ്മരിയാടി കൂട്ടങ്ങളെ വാഗ്ദാനം ചെയ്തു. 70 സ്വർണം നീട്ടിയാണ് ചിലർ വിലപേശിയത്. തങ്ങളുടെ ആസക്തി സാക്ഷാത്കരിക്കാൻ എല്ലാ അടവുകളും അവർ കയറ്റി. എന്തൊക്കെ സമ്പത്ത് വെച്ച് നീട്ടിയിട്ടും എത്ര നിർബന്ധിച്ചിട്ടും ലൈലയുടെ പിതാവ് മനസ്സ് തുറന്നില്ല. തികഞ്ഞ ഗൗരവത്തോടെ ഒരു കൽച്ചീലിനും തകർക്കാൻ പറ്റാത്ത വിധം ആ ചില്ലുപാത്രം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അവളിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടം വെള്ളി വക്കിട്ട് ഭദ്രമായി പൂട്ടി. പിതാവ് അരികിലുള്ളപ്പോൾ ലൈല ഉല്ലാസത്തിന്റെ വീതി മൂന്നി. അദ്ദേഹം ഒന്ന് തിരിഞ്ഞാൽ നൊമ്പരത്തിന്റെ അപ്പം ചവച്ചു. കണ്ണീരിലൂടെ പുഞ്ചിരിക്കുന്ന ഒരു മെഴുകുതിരിയായിരുന്നു അവൾ. മുള്ളുമറക്കുന്ന പനനീർ പൂവ്. മാതാപിതാക്കളുടെ കൈത്താങ്ങിൽ നീങ്ങുന്ന മുടന്തി പെണ്ണ്. പരസ്പര സഹായം കൂടാതെ അവൾ നീങ്ങുന്നുണ്ട് എന്ന് അവർ കരുതി. താൻ ആശുവെച്ച അമൂല്യ രത്നത്തെ ചുറ്റി ഒരു കാമുക സംഘം തഞ്ചം പാർത്ത് കറങ്ങുന്നുണ്ടെന്ന് ഇബ്നു സലാമും കേട്ടറിഞ്ഞിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്ന ആശങ്ക തടുത്തു നിർത്താനാവാത്തതും അക്ഷമയും ആസക്തിയും ആളി കത്തിച്ചു. രാജകീയമായ ഒരു വർത്തക സംഘത്തെ അയാൾ ഒരുക്കി. അനേകം കഴുതപാലം, കുന്തിരിക്കം, കസ്തൂരി, രത്നങ്ങൾ, വിവിധതരം മധുരദ്രവ്യങ്ങൾ എന്നിവ നിറച്ച് അയാൾ പുറപ്പെട്ടു. സമ്പത്ത് കൊണ്ട് സമ്പത്തിനെ കീഴടക്കാമെന്നുറച്ചു. മണൽത്തരികൾ പോലെ സ്വർണ്ണ നാണയങ്ങൾ വാരിയെറിഞ്ഞു. സഞ്ചരിക്കുന്ന പട്ടുപരവതാനി കുന്നുകൾ പോലെ കാണപ്പെട്ട വസ്ത്രാഭരണങ്ങൾക്കിടയ്ക്ക് ഒട്ടകങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടു. ഇബ്നു സലാം എത്തി 2 ദിവസം കാത്തിരിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഒരു ഇടനിലക്കാരനെ ലൈലയുടെ വീട്ടിലേക്ക് അയച്ചു. പോയ ആളാകട്ടെ വാക്കുകൾ കൊണ്ടൊരു മാന്ത്രിക വലയം തന്നെ നെയ്തെടുക്കാൻ അതിസമർത്ഥൻ. സ്വന്തം ചമ്മൽ കൊണ്ട് പോലും വേണമെങ്കിൽ ശിലയെ അലയിക്കും. മിശിഹയെ പോലെ മൃതശരീരത്തിലേക്ക് ശ്വാസം ഉദിക്കയറ്റാൻ കഴിവുള്ള അസാമാന്യൻ. പിടിവിടാതുള്ള ആ തീവ്ര ശ്രമത്തെ തടുത്തു നിർത്താൻ ലൈലയുടെ പിതാവിനായില്ല. മിഴിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ അറബി നഗരങ്ങൾ, ചൈന, ബൈസാന്റിയം എന്നിവിടങ്ങളിലെ അമൂല്യ വസ്തുക്കളെ കുറിച്ച് അമിതാവേശത്തോടെ അവതരിപ്പിക്കപ്പെട്ടു. പതുക്കെ തുറന്നു തുടങ്ങിയിരുന്ന പൂട്ട് പഞ്ചാര നാക്കിന്റെ താക്കോൽ കൊണ്ട് മുഴുവനായി തുറക്കാൻ ശ്രമിച്ചു. നിങ്ങൾ പരിഗണിക്കുക തന്നെ വേണം. അയാൾ വാചാലനായി. എന്തൊരു മനുഷ്യനാണ് ഇബ്നു സലാം! ഒരു സിംഹ പോരാളി, സൈന്യത്തിന്റെ നെടുന്തോൾ, അറബികളുടെ മുഴുവൻ അഭിമാനം. വാള് മാത്രമല്ല, എണ്ണമില്ലാത്ത ആളുകളും അയാളെ അനുസരിക്കുന്നു. പോകുന്നിടത്തൊക്കെ പിന്നാലെ യശസ്സുമുണ്ട്.
കറപുരുളാത്ത ആദരം, അതുമാത്രമോ വെള്ളം പോലെ ചോര ചെയ്തു, മണൽത്തരി പോലെ സ്വർണം വാരിയെറിയും. ഇത്ര ശക്തനായ ഒരു യോദ്ധാവിനെ ഏതൊരാൾക്ക് മരുമകനായി സ്വീകരിക്കാതിരിക്കാൻ കഴിയും? നിങ്ങൾക്ക് കരൾ പറിച്ചു തരുന്ന ദാസന്മാരെ അയാൾ കണ്ടുപിടിച്ചു തരും. സുരക്ഷിതമാണ് വേണ്ടതെങ്കിൽ അത് നിഷ്പ്രയാസം സാധിച്ചിരിക്കും. വസന്തത്തിലെ വർഷം പോലെ ഇപ്പോഴൊന്ന് നിർത്താൻ ഒരു ഭാവവുമില്ലാത്ത മട്ടിൽ ലൈലയുടെ പിതാവിന്റെ മേൽ അയാൾ വാക്കുകൾ പെയ്തുകൊണ്ടിരുന്നു. വാ തുറക്കാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല. ഇബ്നു സലാമിന് നേരത്തെ തന്നെ മകളെ വാഗ്ദാനം ചെയ്തിരുന്നല്ലോ. സത്യത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സംഗതികൾ വളരെ പെട്ടെന്നാണ് മുന്നോട്ടാഞ്ഞത്. പല ഒഴിവുകളും പറഞ്ഞ് രക്ഷപ്പെടാനും വിഷയം മാറ്റാനും അദ്ദേഹം കിണഞ്ഞു പരിശ്രമിച്ചു. ശത്രു തന്ന വിസ്മയത്തെ പ്രതിരോധിക്കാനുള്ള ആയുധം പരതിയപ്പോഴൊക്കെ സമർത്ഥനായ എതിരാളി വാക്കിന്റെ വാൾമുന കൊണ്ട് അദ്ദേഹത്തെ ഒരു മൂലയിലേക്ക് തള്ളിയൊതുക്കി. ഒടുവിൽ അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. വ്യാളിയുടെ നഖപ്പഴുതിലേക്ക് തന്റെ ചന്ദ്രികയെ സമർപ്പിക്കേണ്ടി വന്നു. വിവാഹദിനം നിശ്ചയിച്ചു. ആ ദിവസം പുലർന്നു. സൂര്യൻ രാത്രിയുടെ തോൾ അവളുടെ പ്രാർത്ഥനത്തടുക്കുകൊണ്ട് മൂടി. പുലരി വെളിച്ചത്തിൽ അവൾ നെയ്തെടുത്തത് വധുവിന്റെ ചുമലിനെ അലങ്കരിക്കുന്ന പോലെയാണ്. ലൈലയുടെ പിതാവ് തിരക്കിൽ മുഴുകി. ഇബ്നു സലാമും പരിവാരങ്ങളും മറ്റ് അതിഥികളും ആഘോഷ പന്തലിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ വിരുന്നിനു വേണ്ട എല്ലാ ആഡംബരപൂർവ്വവും ഒരുക്കിയിരുന്നു. അറബ് ആചാരം അനുസരിച്ച് അതിഥികളെല്ലാം ഒന്നിച്ചിരുന്നു. അവർ വരന്റെ സമ്മാനങ്ങളെ പുകഴ്ത്തി. വെള്ളി നാണയങ്ങളുടെ ഒരു ചാറ്റൽ വായുവിലേക്ക് ഉയർന്നു. രുചി വൈവിധ്യങ്ങൾ ആസ്വദിച്ചു. രണ്ടു ഭാഗത്തും കുടുംബങ്ങൾ പുതിയ ബന്ധങ്ങൾ നെയ്തെടുത്തു. കളിയും ചിരിയും വെടി പറഞ്ഞും പരിഹാസങ്ങൾ പൊട്ടിച്ചും ഉല്ലാസം പങ്കുവച്ചു. ലൈലയോ? പെണ്ണുങ്ങൾ മുറി അലങ്കരിക്കുമ്പോഴും സുഗന്ധദ്രവ്യം പുകയ്ക്കുമ്പോഴും അതിൽ പഞ്ചസാര കരി തൂവുമ്പോഴും ലൈലയുടെ കണ്ണുനീർ ശ്രദ്ധിച്ചതേയില്ല. പനിനീർത്തുള്ളികളേക്കാൾ കയ്പുണ്ടായിരുന്നു അവളുടെ കണ്ണീരിന്. അവ അഗ്നിയേക്കാൾ ചുട്ടുപൊള്ളി. ഇത്ര ഏകാന്തതയിലും നൈരാശ്യത്തിലും അവൾ കാണപ്പെട്ടിട്ടില്ല. അവളും മജ്നുവും ലക്ഷ്യത്തിന്റെ എത്ര അടുത്തെത്തിയതായിരുന്നു. എല്ലാം നഷ്ടപ്പെടുകയാണോ? വാക്കിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് മധുപാത്രം വീണുടഞ്ഞു പോവുകയാണോ? ലൈലയുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഓടാൻ മുതിരുമ്പോൾ ശരീരത്തിൽ കയറുന്ന മുള്ള് ആര് ശ്രദ്ധിക്കും? മുടന്തൻ പാദം കൽപ്പനകൾ അനുസരിക്കാറില്ല. സ്വന്തം വംശത്തോട് കലഹിക്കുന്നവർക്ക് വംശം തന്നെ നഷ്ടപ്പെടുന്നു. പാമ്പ് കൊത്തിയ വിരൽ മുറിച്ചു കളയുക തന്നെ വേണം. ജീവിതം അതിൻ്റെ എല്ലാ മൂലങ്ങളെയും ലയത്തിലാണ് പണിതുയർത്തിയിരിക്കുന്നത്. ഈ ലയത്തിന് പരിക്കേൽക്കുമ്പോൾ മരണം നിയമലംഘനത്തിനെത്തുന്നു. എത്രയോ ആളുകൾ എങ്ങനെയൊക്കെ ലൈലയുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോഴും അവൾ ആത്മാവിൽ മരണത്തെ പേറുകയായിരുന്നു. പിറ്റേന്ന് പ്രഭാതം എല്ലാ ഉജ്ജ്വല നക്ഷത്രങ്ങളെയും മറിച്ചുകൊണ്ട് രാത്രിയുടെ കപ്പൽ ആകാശത്തിലെ ടെൽഗ്രീസ് നദിയിലേക്ക് കുതിച്ചു പാഞ്ഞു. സൂര്യൻ നീലപ്പുറത്തിൽ തിളങ്ങുന്ന കൂടാരം ഒന്നുകൂടെ കറുപ്പിച്ചു. ഇബ്നു സലാം തന്റെ യാത്രാ സംഘത്തിന് പുറപ്പെടാൻ സൂചന നൽകി. എത്രമാത്രം സന്തോഷവാനായിരുന്നു അയാൾ. തന്റെ അളവറ്റ സമ്പത്ത് അവിടെ ഉപേക്ഷിച്ചു. അവ പേര് വന്ന മൃഗങ്ങൾ നിഷ്ക്രിയരായി മടങ്ങി. താൻ നേടിയെടുത്ത രത്നത്തെക്കാൾ വില പിടിച്ച എന്ത് സമ്പാദ്യമാണ് അറേബ്യയിലുള്ളത്? ലൈലയ്ക്ക് വേണ്ടി അയാൾ ഒരു മഞ്ച് ഒരുക്കിയിരുന്നു. പുറമേക്ക് സമ്പുഷ്ടം, അകത്ത് പുതുപുതുത്തത്. അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ ആർക്കും കഴിയില്ല. ഒട്ടകങ്ങളാൽ ചുമക്കപ്പെട്ട് ഒരു രാജകുമാരിയായി ആദരിക്കപ്പെട്ട് അതിലേറെ പരിചരിക്കപ്പെട്ട് സ്വന്തം ഗോത്രത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഭർത്തൃ സാമ്രാജ്യത്തിലേക്ക് അവൾ പ്രയാണം ആരംഭിച്ചു. അവിടെ എത്തിച്ചേർന്നതും ഇബ്നു സലാം പറഞ്ഞു, നീ എന്ത് കാണുന്നുവോ അതെല്ലാം നിന്റേതാണ്. ഞാൻ കൈയടക്കി വെച്ചിട്ടുള്ളതൊക്കെ നിന്റേത് കൂടിയാണ്. എൻ്റെ രാജ്യവും നിന്റേതാണ്. അവന്റെ ഔദാര്യത്തിന് എന്ത് പ്രതിഫലമാണ് ലൈല നൽകേണ്ടത്? ദിവസങ്ങൾ കടന്നുപോയി. അവന്റെ ഹൃദയത്തിൽ ആനന്ദത്തെ പൊതിഞ്ഞു നിന്നിരുന്ന നീൽ കാർമേഘമായി കനത്തു വന്നു. താൻ തീവ്രമായി അഭിലഷിച്ച സ്ത്രീ കിടക്ക പങ്കിടാൻ വിസമ്മതിച്ചാൽ ഏത് പുരുഷനാണ് മറിച്ചൊരു ഭാവമുണ്ടാവുക? അതും കൊതിച്ച് അനേക നാളത്തെ കഠിന ശ്രമത്തിനു ശേഷം ഭാര്യയാക്കി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന സ്ത്രീ. ഇബ്നു സലാമിന്റെ കൈവശം ക്ഷമയും പ്രതീക്ഷയും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഓരോ രാത്രിയും അയാൾ കാത്തിരുന്നു. പരിശ്രമം തുടർന്നു. പ്രിയപ്പെട്ടവരുടെ മിഴികളിൽ വിടരുന്ന ആശയുടെ ഓരോ കിരണവും വായിച്ചു കൊടുക്കാൻ പകൽ കണ്ണു കുഴിച്ചിരുന്നു. എന്നിട്ടും രാത്രിയപ്പോൾ ഒരിക്കൽ കൂടി ഉറക്കം നഷ്ടപ്പെടുകയും ഏകാഗ്രനായി തീരുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അയാൾ ചിന്തിച്ചു. ഇവളെന്റെ പാരതമ്യല്ലേ? എന്റേതായ ഒന്നിനെ എന്തുകൊണ്ട് എനിക്ക് സ്വന്തമാക്കാനാവുന്നില്ല? ഈ മെഴുക് ആർദ്രത കൊണ്ടുവരാൻ ആവശ്യത്തിലേറെ ഞാൻ കാത്തു. മര്യാദ തിരസ്കരിച്ചതിനെ
മെയ്ക്കരുത്ത് കൊണ്ട് ചിലപ്പോൾ നേടാനായേക്കാം. ഒരു പക്ഷേ അതാവും അവൾ ആശിക്കുന്നത്. പ്രവൃത്തിക്ക് ചിന്ത വഴിമാറി ഇബ്നു സലാം പൂന്തോട്ടത്തിലേക്ക് കൈനീട്ടി. കൈകളിൽ തടയാത്ത ഈന്തപ്പഴം പനയിൽ നിന്ന് ബലമായി പറിച്ചെടുക്കാൻ തന്നെ അയാൾ നിശ്ചയിച്ചു. പക്ഷെ കഷ്ടം, പഴമെന്ന് കരുതിയത് വെറും മുള്ള്, മധുരം കൊതിച്ചു നിറച്ചത് കഴിക്കുന്ന നീര്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് പാറാവുകാരൻ ആഞ്ഞടിച്ചു. തന്റെ കാഴ്ചക്കും കേൾവിക്കും പെട്ടെന്ന് തകരാറ് സംഭവിച്ചതുപോലെ അയാൾ തടിച്ചു നിന്നു പോയി. ഇനി ഒരിക്കൽ കൂടി ശ്രമിച്ചാൽ മേലെ ആക്രോശിച്ചു. നിങ്ങൾ പരിഹരിക്കേണ്ടി വരും, എന്നെ ഓർത്തും നിങ്ങളെ തന്നെയും. നിങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഈശ്വരനോട് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. വാളുകൊണ്ട് നിങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യാൻ, പക്ഷേ ബലപ്രയോഗം കൊണ്ട് എന്നെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. ഇബ്നു സലാമിന് തെളിവിനോട് യഥാർത്ഥത്തിൽ കടുത്ത പ്രണയമായിരുന്നു. അതുകൊണ്ട് അവളുടെ ഇച്ഛയ്ക്ക് അയാൾ വഴങ്ങിക്കൊടുത്തു. അയാൾ സ്വയം പറഞ്ഞു, അവളെന്നെ പ്രണയിക്കുന്നില്ലെങ്കിൽ പോലും തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ അനുവദിച്ചെങ്കിലോ? സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് വരാം. സദാസമയവും അവളെ ദർശിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താമല്ലോ. അല്ലെങ്കിൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് വരും. അവൻ കുറച്ചുകൂടി കടന്ന് തൻ്റെ തെറ്റിന് ക്ഷമ ചോദിച്ചു. ബലം പ്രയോഗിക്കാൻ ശ്രമിച്ച പാപത്തിന് ദയനീയമായി മാപ്പപേക്ഷിച്ചു. നിന്നെ ഒന്ന് ദർശിക്കാൻ മാത്രം അനുവദിച്ചാൽ എൻ്റെ ഹൃദയം സംതൃപ്തമാകും. കൂടുതൽ ആവശ്യപ്പെട്ടാൽ ഞാനൊരു സാധാരണ മോഷ്ടാവായി തീരും. അതങ്ങനെയായി. അങ്ങനെ തന്നെ അവശേഷിച്ചു. ഇബ്നു സലാമിന്റെ കണ്ണുകൾ ലൈലയ്ക്ക് വേണ്ടി അലയുമ്പോൾ അവളുടേത് മജ്നുവിന് വേണ്ടി മാത്രം വെമ്പുകയായിരുന്നു. അവനിൽ നിന്നുള്ള ഒരു സൂചനയ്ക്ക് കാറ്റിന്റെ ഒരു വീർപ്പ് പർവ്വത ഗുഹയിൽ നിന്ന് പൊടിയുടെ ഒരു പൊട്ടുപോലും കൊണ്ടുവന്നില്ലായിരിക്കാം. ഒരു മദ്യപയെ പോലെ 2-3 ചുവടുകൾ വെക്കും. കൂടാരത്തിന്റെ പ്രവേശന ദൂരത്തിലെത്തുമ്പോൾ വേച്ച് താഴെ വീഴും. ആ വീഴ്ച 1000 പ്രണയ ഗീതങ്ങളേക്കാൾ ദുഃഖഭരിതവും അവളുടെ ഹൃദയത്തിന് ഒരു നിമിഷ നേരത്തെ മോചനം നൽകുകയും ചെയ്തിരുന്നു. അവൾ സ്വയം മറക്കും. മജ്നുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് അവനിൽ നിന്നുള്ള ഒരു സന്ദേശമെങ്കിലും പ്രതീക്ഷിച്ച് അവൾ ജീവിതം കഴിച്ചു കൂട്ടി. വീടിൻ്റെയും ഗ്രാമത്തിൻ്റെയും അവശിഷ്ടങ്ങൾ വിട്ട് എന്നും ഉറക്കാതെ അലയുന്ന ഒരാളെ പോലെ സ്വന്തം നോവിൻ്റെ മാറ്റൊലി മാത്രം ശ്രമിച്ച് മജ്നു ഏകനായി അലഞ്ഞു. ലൈലയും ഇബ്നു സലാമും തമ്മിലുള്ള വിവാഹം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞു. മജ്നുവിന് അതേക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. താൻ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കെന്ന് പോലും അറിയാത്ത ഒരു നാടോടിയായിരുന്നു മജ്നു. കാറ്റിലൊഴുകുന്ന പ്രണയ സുഗന്ധത്തിൻ്റെ ലഹരിയിൽ അയാൾ മത്തനായി. ഒരു വസന്തം മുഴുവൻ ചാലിച്ചെടുത്താലും ആ സുഗന്ധത്തിന് പകരമാവില്ല. വിഷാദരോഗം അയാളുടെ ശരീരത്തിൽ പോലും മഞ്ഞ കുന്തിരിക്കത്തിൻ്റെ നിറം പൂശി. ഈ രോഗം മൂർച്ഛിക്കുന്നത് തടയാൻ മണ്ണിൽ ഒരു മരുന്നുചെടി പോലുമില്ല. ഒരു വൈകുന്നേരം പുഷ്പിച്ചു നിൽക്കുന്ന ഒരു മുൾച്ചെടിയുടെ താഴെ തളർന്നു കിടക്കുകയായിരുന്നു മജ്നു. തൻ്റെ എരിയുന്ന വീടുകൾക്ക് മുന്നിൽ മുള്ളും മലരും വെറും മങ്ങലായി. ക്ഷീണിച്ച ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരുണ്ട പുൽപ്പരപ്പിലൂടെ സഞ്ചരിച്ചിരുന്ന യാത്രികനെ മജ്നു കാണുകയോ കേൾക്കുകയോ ചെയ്തിരുന്നില്ല. ഇരക്ക് നേരെ ഒളിഞ്ഞും പതുങ്ങിയും ഇയഞ്ഞെത്തുന്ന ഘോര വിഷസർപ്പത്തെ പോലെ അയാൾ മജ്നുവിനെ സമീപിച്ചുകൊണ്ടിരുന്നു. കാപ്പിരിയെപ്പോലെ കറുത്ത ആ യാത്രികൻ ദൂരെ നിന്ന് തന്നെ മുൾച്ചെടികൾക്കിടയിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടു. അടുത്തെത്തിയപ്പോൾ ആളെ തിരിച്ചറിയുകയും ചെയ്തു. ഒരൽപ്പം മാറി തൻ്റെ ഒട്ടകത്തെ അയാൾ നിർത്തി. മജ്നുവിൻ്റെ കാതിൽ തീ കോരി ഒഴിച്ചുകൊണ്ട് മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒരു പിശാചിൻ്റേതുപോലെ മുഴങ്ങി. ഓ, അവിടെ താങ്കളാണല്ലേ? ലോകത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ഒറ്റ രൂപം മാത്രം മനസ്സിൽ വെച്ച് നടക്കുന്ന താങ്കൾക്കല്ലാതെ മറ്റാർക്കാണ് അറിഞ്ഞുകൂടാഞ്ഞത്? സത്യത്തിൽ താങ്കളുടെ പ്രിയപ്പെട്ടവളെക്കുറിച്ച് ഒരു പിന്തിരിഞ്ഞു നോട്ടം നല്ലതാകും. അവൾക്ക് ഇനിയും താങ്കളോട് വിശ്വസ്തത പുലർത്താനാവുമെന്ന് കരുതുന്നുണ്ടോ? വിഡ്ഢി, ഇരുട്ടിൽ നിന്ന് ഇപ്പോഴും താങ്കൾ പ്രകാശം പ്രതീക്ഷിക്കുന്നു. ദൂരെ ഒരു പ്രകാശ ഗോപുരമായി താങ്കൾ കരുതുന്നത് ഒരു വിദ്യാഭ്രമം മാത്രം. താങ്കൾ ഭ്രാന്ത് അഭിനയിക്കുകയാണ്. നിങ്ങളെപ്പോലൊരാളുടെ പ്രിയതമ മറ്റാരെക്കാളും വിഷമുള്ളവളായിരിക്കും. അപരിചിതൻ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ആക്രോശിച്ചു. അവൾ താങ്കളെ ചതിക്കുകയാണ്, മനസ്സിലായോ? നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിരുന്നവളെ ശത്രുവിന് കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ മുളപ്പിക്കാൻ ശ്രമിച്ച വിത്ത് കാറ്റത്ത് പാറിപ്പോയി. ലൈല ഇപ്പോൾ നിങ്ങളെ മറന്നു കാണും. മറ്റൊരാൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുത്തു. സത്യം പറയാമല്ലോ, അവൾ അയാളെ എതിർത്തില്ല. ഓ, കഷ്ടം കഷ്ടം. ഓരോ രാത്രിയും അയാളുടെ കൈത്തണ്ടയിൽ അവൾ ഉറങ്ങുന്നു. അവൾക്കിപ്പോൾ അയാളെ ഉമ്മ വെക്കാനും പ്രണയലീലകളിൽ പങ്കുചേരാനും മാത്രമേ സമയമുള്ളൂ. അവൾ വിഷയാനന്ദത്തിൽ മുങ്ങി രമിക്കുമ്പോൾ താങ്കളുടെ ശരീരം പീഡിപ്പിച്ച് അവശനായി കൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു ശരി? നിങ്ങളെ വേർപ്പെടുത്തുന്ന അഗാധ ഗർത്തം കണ്ടില്ലെന്ന് നടിച്ചിട്ട് എന്ത് കാര്യം? അവളെ പോലും നിങ്ങൾ പ്രവർത്തിക്കണം. അവൾ നിങ്ങളെ ഓർക്കാറില്ല, നിങ്ങളും ഓർക്കരുത്. ആ കരിമ്പിശാച് തൻ്റെ വിഷം മജ്നുവിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി കുത്തിയിറക്കി. 1000
കണക്കിനുള്ളിൽ വിശേഷിക്കപ്പെട്ട ഒരാളെയായി താങ്കൾ അവളെ കണക്കാക്കുന്നുണ്ടോ? അതാണ് പെണ്ണുങ്ങൾ, തുടക്കം മുതൽ ഒടുക്കം വരെ ചാഞ്ചാടുന്നവർ. വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരേപോലെയാണ് എല്ലാവരും, എല്ലാവരെയും പോലെ ഓരോന്നും. ഒറ്റ നിമിഷം ഏറ്റവും വലിയ നായകനായി നിങ്ങളെ ഉറ്റുനോക്കും, തൊട്ട നിമിഷത്തിൽ ആരുമല്ലാതായി തീരുകയും ചെയ്യും. ശരിയാണ്, അവർ വികാരത്തിൻ്റെ നിറകുടങ്ങളാണ് നമ്മളെക്കാൾ. പക്ഷെ അവരുടെ നോട്ടം സ്വന്തം താല്പര്യങ്ങളിൽ മാത്രം. പെണ്ണുങ്ങൾ മൊത്തം ചതിച്ചുകളാണ്. അവർ ചെയ്യുന്ന എന്തിനും കാപട്യവും വഞ്ചനയും കാണാം. ഒറ്റ പെണ്ണിനെയും നമ്പരുത്, അവൾ പീഡനം പകരം തരും. യാഥാർത്ഥ്യമാണത്. ഒരു പെണ്ണിൻ്റെ ആത്മാർത്ഥതയിൽ വിശ്വസിക്കുന്നവൻ അവനെ പാടുപെടുത്തുന്നവരെക്കാൾ പരമ്പര വിഡ്ഢിയാണ്. ഒക്കെ പോട്ടെ, എന്താണൊരു പെണ്ണ്? കള്ളത്തരത്തിൻ്റെയും ദുർവാസനകളുടെയും ഒരു ചവറ്റുകൊട്ട. പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്തൊരു ശാന്തം, പാവം. ഉള്ളിലേക്കടുക്കുമ്പോഴോ കുഴപ്പങ്ങളേ ഉള്ളൂ. ഒരു ശത്രുവെന്ന നിലയിൽ സ്ത്രീ ലോകത്തിലെ എല്ലാ തൊന്തരവുകളിലേക്കും നിങ്ങളെ ഇളക്കി വിടുന്നു. സുഹൃത്തായി തീരുമ്പോൾ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് ചെയ്യേ എന്നെങ്ങാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഉറപ്പാണ് അവളത് ചെയ്തിരിക്കില്ല. ചെയ്യരുത് എന്നാണെങ്കിലോ ജീവൻ പണയം വെച്ചും അത് ചെയ്തിരിക്കും. നിങ്ങളുടെ പ്രാണവേദന അവൾക്ക് പരമാനന്ദമാണ്. നിങ്ങളുടെ പരമാനന്ദം അവളെ പ്രണയ സങ്കടത്തിലാക്കും. അതാണ് അവളുടെ രീതി. അതല്ല, അതിലും വഷളാണ്. ഓർത്തോ. അങ്ങനെയാണ് ആ കരിമോന്തക്കാരൻ വാചാലനായത്. മജ്നുവിൻ്റെ ഉള്ളിൽ ആഴത്തട്ടിൽ നിന്ന് ഒരു ദീനരോദനം ഉണർന്നു. മാരകമായി മുറിവേറ്റ് പക്ഷി ആകാശത്തു നിന്ന് നിബദിക്കും പോലെ മജ്നുവിൻ്റെ ശിരസ് താഴേക്ക് പതിച്ചു. തല പാറക്കല്ലിൽ ചെന്ന് ആഞ്ഞടിച്ച് പുറത്തേക്ക് ചീറ്റിയ രക്തത്തിൽ മണ്ണ് ചുവന്നു. ശരീരം കീറിപ്പറിഞ്ഞ വസ്ത്രത്തിനുള്ളിൽ കിടന്ന് പുളയുകയും നെരിവിളി കൊള്ളുകയും ചെയ്തു. അവൻ്റെ ആത്മാവ് ചിറകുകൾ ഉയർത്തി പറന്നുയർന്നു. കരുണാർദ്ദമായ ലാലിസ്യം അവയവങ്ങളെ ആവരണം ചെയ്തു. യാത്രക്കാരൻ സൂക്ഷിച്ചു നോക്കി. ഒരു മനുഷ്യനോ പിശാചോ ആരായാലും കാരുണ്യം അയാളെ പിടിച്ചുലച്ചു. ലജ്ജ കൊണ്ടും തൻ്റെ മാന്ത്രിക വാക്കുകൾ തെല്ലും അഹങ്കാരം അവശേഷിക്കാത്തതുകൊണ്ടും അയാൾ ഒട്ടകത്തിൻ്റെ മുതുകത്ത് നിന്ന് ചാടിയിറങ്ങി. മജ്നുവിൻ്റെ ദുരിതപൂർണമായ ശരീരത്തിലേക്ക് ആത്മാവ് തിരിച്ചെത്തുന്നതും കാത്ത് മുൾച്ചെരികൾക്കരികിൽ അയാൾ ഇരുന്നു. യാചനകളിൽ പൊട്ടിച്ചിതറി വീണു. ഒന്ന് ശ്രദ്ധിക്കൂ, അയാൾ ഉറക്കെ നിലവിളിച്ചു. അതെ, ഞാൻ പറഞ്ഞതൊക്കെയും വെറും കള്ളമാണ്, ശുദ്ധ നുണ, ഒരു ചീത്ത തമാശ, വേറെ ഒന്നുമില്ല. ഞാൻ വാസ്തവത്തെ ആകെ തകിടം മറിച്ചു. ലൈല നിങ്ങളെ ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, നിങ്ങളെ മറന്നിട്ടുമില്ല. ഹൃദയം തകർന്ന് മുഖാവരണം വിട്ട് കൂടാരത്തിലെ തിരശീലയ്ക്ക് പിന്നിൽ അവൾ അലയുകയാണ്, നിങ്ങളെ മാത്രം ആഗ്രഹിച്ച്. അവളുടെ ഭർത്താവോ? അയാൾ ശരിക്കും അവളെ ഭർത്താവ് തന്നെയാണോ? ഒരിക്കൽ പോലും കിടക്ക പങ്കിടാൻ അവൾ തയ്യാറാകാത്ത ആളാണോ ഭർത്താവ്? അയാളെയാണ് വിവാഹം ചെയ്തെങ്കിലും അവൾ വിശ്വസ്തയായിരിക്കുന്നു മജ്നു. അവൾ നിങ്ങളോടാണ് വിശ്വസ്തയായിരിക്കുന്നത്. അവൾക്ക് ഈ ലോകത്തിൽ വേറെ ആരുമില്ല. നിങ്ങളെക്കുറിച്ച് ഒരു 100 വട്ടം എങ്കിലും ചിന്തിക്കാത്ത ഒരു നിമിഷം അവളെ കടന്നു പോകുന്നില്ല. വിവാഹം കഴിഞ്ഞ് 1 വർഷം കടന്നുപോയി. ഇപ്പോഴും എന്നത്തെയും പോലെ അവൾ ചാരിത്രവതിയാണ്. നിങ്ങളോടുള്ള പ്രണയത്തിന് വേണ്ടി മാത്രമാണ് അവൾ ജീവിച്ചിരിക്കുന്നത്. എത്ര നിസ്സാരമാണ് 1 വർഷം. ഒന്നല്ല, ഒരു 100 വർഷം, 1000 വർഷം. തന്നെ വേർപെട്ട് കഴിഞ്ഞാലും ലൈല മജ്നുവിനെ മറന്നു എന്ന് പറയുന്നത് അചിന്തമായ കാര്യമാണ്. മജ്നു ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു. ഇപ്പറഞ്ഞതെല്ലാം സത്യമാണോ? തീർച്ചയായും. ഹൃദയത്തിനേറ്റ മുറിവിൽ ആ വാക്കുകൾ അമൃത് വർഷിച്ചു. ഒടുവിൽ അവനൊന്ന് പൊട്ടിക്കരയാൻ സാധിച്ചു. തകർന്ന മുഖത്തു നിന്നും മണ്ണിലേക്ക് കണ്ണീർ വാർന്നൊഴുകുന്ന രൂപം ചിറക് തകർന്ന ഒരു പക്ഷിയുടെ ഛായ അവന് നൽകി. തൻ്റെ ശിരസ്സൊന്ന് ചായ്ക്കാൻ ഈ മണ്ണിൽ അയാൾക്കൊരിടമില്ലായിരുന്നു. ആ ചുണ്ടിൽ നിന്ന് വാർന്നു വീണ വരികളൊക്കെ നഷ്ടമായി, കണ്ണീർ പോലെ തന്നെ. കാരണം ആർക്കു വേണ്ടിയാണോ അതെല്ലാം മുറിഞ്ഞൊഴുകുന്നത്, അവൾ വളരെ വളരെ ദൂരെയായിരുന്നു. തൻ്റെ ജീവിതാവസ്ഥയെ അടുത്തിട്ട് ഒരു മജ്നു തകർന്നു കഴിഞ്ഞിരുന്നു. കണ്ണുകളിൽ അവളുടെ സ്വപ്നവദനം മാത്രം. അഭിലാഷത്തിന്റെ അഗ്നിജ്വാല അവളുമായി ഒന്നിക്കാൻ അയാളെ പ്രേരിപ്പിച്ചു. മണലിൽ ചിറക്ക് വലിച്ചെടുക്കപ്പെടുന്ന ഒരു പക്ഷിയെ പോലെ വഴിയിൽ കാലിടറി. യാതനകൾ ഒരു മുടിയുടെ ഭാരക്കുറവ് അവനേകി. ആ ശരീരത്തിൽ ജീവനുണ്ടെന്നേ വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല. ലൈലയോടൊന്നും മിണ്ടാൻ അടക്കാനാവാത്ത കൊതി. പക്ഷേ എങ്ങനെ അങ്ങെത്തും? കാറ്റിനെ ദൂതനാക്കി അവൻ വഴികൾ അയച്ചു. പിന്നെയും പിന്നെയും അനേകം വരികൾ. കാറ്റ് കൃത്യമായി വരികൾ എത്തിച്ചു. പക്ഷെ മറുപടി ശൂന്യമായിരുന്നു. ഏകാന്ത പ്രണയത്തിന്റെ വീഞ്ഞിന് കൈപ്പുരസം തന്നെ. എന്നിട്ട് കടുത്ത വേദനയുടെ ചില നിമിഷങ്ങൾ മജ്നു ലൈലയെ സംശയിച്ചു. സ്വന്തം അഭിനിവേശത്തെ പോലും അത് തടയാനായില്ല. അപ്പോൾ അവൻ പാട്ടും തുടർന്നു.
മരണത്തോളം നീ എന്നെ പീഡിപ്പിച്ചു, എന്നിട്ടും ഞാൻ ജീവിക്കുമ്പോൾ നിന്റെ സൗന്ദര്യം എന്നെ കൊണ്ട് നിന്നെ പ്രണയിപ്പിക്കുന്നു, ശമിപ്പിക്കുന്നു. ഞാനൊരു വിളക്ക്, നീ സൂര്യൻ. നിന്റെ കരുത്ത് വിജയപൂർവ്വം എന്റെ മങ്ങുന്ന വെളിച്ചത്തെ കീഴടക്കുന്നു. നിന്റെ ഉജ്ജ്വലമീകളോട് അഗ്നിക്ക് അസൂയ. തുളസിയും പനനീരും നിന്നെ കണ്ട് തളരുന്നു. വേർപിരിയാനാവുമോ? ആവില്ല. മുട്ടുകുത്തി ഞാൻ കുംഭസിരിക്കുന്നു. പ്രണയവും സമർപ്പണവും മരണം വരെ വിശ്വസം. പീഡയിലും ആയുന്നു സഹിച്ചു നിൻ ദണ്ഡങ്ങൾ. നിന്റേത് മാത്രം മരിക്കലോ നിന്നിലൂടെ ഒഴുക്കുന്നു. മജ്നുവിന്റെ പിതാവ് വൃദ്ധൻ സെയ്ദിനെ കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ട് വളരെ കാലമായി. ഒരു പിതാവിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ മകന് വേണ്ടി അദ്ദേഹം ചെയ്തിരുന്നു. ജോസഫ് നഷ്ടപ്പെട്ട ജേക്കബിന്റെ അവസ്ഥ. ജേക്കബിന് പിന്നെയും മക്കളുണ്ടായിരുന്നു. സെയ്ദിനോ? പ്രായവും പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ നടുവളച്ചു. തന്റെ വിധി വ്യക്തമായി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. കറുത്ത ഒരു കാപ്പിരിയെ എത്ര കഴുകി വെളുപ്പിച്ചാലും ബലപ്രയോഗക്കാരനായി വെള്ളക്കാരനാക്കാൻ കഴിയില്ല. ദിവസങ്ങളോളം തന്റെ കൂടാരത്തിന്റെ ഒരു മൂലയിൽ അദ്ദേഹം ചടഞ്ഞിരുന്നു, തന്റെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് പുറപ്പെടാനുള്ള വിളിക്ക് കാത്ത്. അതിന് കാലതാമസം ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. തന്റെ വഴിത്താരയിൽ ഉയർന്നിട്ടുള്ള വഴികാട്ടി തൂണുകൾ വയസ്സാം കാലം, അവശത, കഷ്ടപ്പാട് എന്നിവയായിരുന്നു. ഈ ലോകത്തോട് അദ്ദേഹത്തെ ബന്ധിക്കുന്ന ഒരേ ഒരു കെട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മരണത്തിൽ അദ്ദേഹം ഭയപ്പെട്ടിരുന്നില്ല. തന്റെ കുഞ്ഞിനെ അവസാന നോക്ക് കാണാതെ പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. ഭൗതിക സമ്പാദ്യങ്ങളോട് അത്ര വലിയ കെട്ടുപാടൊന്നും തോന്നിയിരുന്നില്ല. പക്ഷെ അവയെല്ലാം സ്വന്തം മകന് പകരം ഒരു അപരിചിതനെ ഏൽപ്പിക്കുന്നതിൽ മനപ്രയാസമുണ്ടായിരുന്നു. മജ്നുവിനെ കണ്ടുപിടിക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. ഒരിക്കൽ കൂടി ഒരു വാക്കുമില്ലാൻ. ഒരു പക്ഷേ അങ്കലാപ്പുകളിൽ നിന്ന് ആത്മാവിനെ രക്ഷിക്കാനാകാം. മരുഭൂമിയിൽ നിന്ന് ആ ഹൃദയത്തെ പറിച്ചു കൊണ്ടുവരാനാവാം. ഈ പ്രതീക്ഷ ചിന്തിക്കാൻ കഴിയുന്നതിലുമധികം ആത്മശക്തി ആ വൃദ്ധന് പ്രദാനം ചെയ്തിരുന്നു. മജ്നുവിനെ നേടി കണ്ടുപിടിക്കാൻ ആ അവശ്യ ശരീരത്തിന് സഹായികളായി ഒരു പണിക്കാരനും സ്വന്തം ഗോത്രത്തിലെ 2 ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു. സർവശക്തനായ ദൈവം തന്റെ സഹായത്തിനുണ്ടാക്കുമെന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായി. സൂര്യന്റെ പൊള്ളിക്കൽ വകവയ്ക്കാതെ നീണ്ട സമതല പ്രദേശങ്ങൾ അദ്ദേഹം താണ്ടി. പർവ്വത ശിഖരങ്ങൾക്കിടയിലെ ചുരങ്ങൾ പരസഹായം കൂടാതെ കടന്നു. മണലാഴികൾ കാലുകൾ പൂണ്ടത് വകവച്ചില്ല. മരപ്പച്ചുകളിലെ പച്ച തുരുത്തിൽ വിശ്രമിച്ചു. തന്നെ കടന്നു പോകുന്ന ഓരോ അപരിചിതനോടും കാണാതായ മകനെ കുറിച്ച് അന്വേഷിച്ചു. നീണ്ട കാലത്തെ തിരച്ചിൽ ഫലം കാണുന്നതേയില്ല. ഒടുവിൽ പാദങ്ങൾക്ക് അദ്ദേഹത്തെ ചുമക്കാൻ ഒട്ടും സമ്മതമല്ലാതെ വന്ന സമയത്ത് ഒരു നാടോടി അറബി അദ്ദേഹത്തോട് പറഞ്ഞു, മജ്നു അല്ലേ? അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഒരു വല്ലാത്ത സ്ഥലത്ത് തന്നെ. ശരീരം മുഴുവൻ കുത്തി മുറിവേൽപ്പിക്കപ്പെടും. ഒരു മരുഭൂമിയിലെ ഒരു ഗുഹ, ശരിക്കും ഒരു ശവകുടീരം, ചുറ്റും നരകജ്വാലകൾ. താങ്കൾ അവിടെ പോകേണ്ട. പക്ഷെ വൃദ്ധൻ നിർബന്ധം പിടിച്ചു. ആ അവസാന ദിവസത്തെ യാത്രക്കൊടുവിൽ ഒരു വിധം ലക്ഷ്യം കണ്ടു. ലക്ഷ്യസ്ഥാനമോ? അത്തരമൊരു സ്ഥലത്ത് ഒരാൾക്കും തന്നെ കണ്ടെത്താനാകുമെന്ന ആഗ്രഹം കാണില്ല. വിജനം, തീരെ വിരസം, ഹൃദയഭേദകം. ആരും ഞെട്ടിപ്പോകുന്ന അവിടെ വെച്ച് തന്നെ അദ്ദേഹം മകനെ കണ്ടു. ഇതാണോ തന്റെ മകൻ? ഈ ജന്തുവിന് മനുഷ്യനുമായി യാതൊരു രൂപസാദൃശ്യവുമില്ല. ഈ ലോകത്തിന് മിക്കവാറും പുറത്തുള്ള ഒന്ന്. ലോകത്തെ പുറത്തേക്ക് പായിക്കുന്ന സന്യാസിയുടെ മട്ട്. തന്റെ ഉള്ളിലുള്ള ഇന്ദ്രിയോ പൂജിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. മരണലോകത്ത് നിന്ന് ഒരു മുടിനാരികയുടെ അകലം മാത്രം. ശിരസിന് ചുറ്റും അതിന്റെ നീര് തൂങ്ങിക്കിടക്കുന്നു. അവൻ 4 കാലുകൾ വിളർത്തിയേറുന്ന ഒരു ജന്തു തന്നെ. താഴ്ന്ന ലോകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് ബഹുരൂപം കൈകൊണ്ട് അപ്രത്യക്ഷമാകുന്ന പൈശാചിക ഗണത്തിൽപ്പെട്ട ഒന്നുമാവാം. ഒരു സർപ്പത്തെ പോലെ ഒന്ന് പുളഞ്ഞു. ശിരസ് മൂടിയിട്ടില്ല. അരക്കെട്ടിൽ പറ്റിക്കിടക്കുന്ന ഒരു തുകൽ കഷ്ണം ഒഴിച്ചാൽ ബാക്കി ശരീരം നഗ്നം. അവന്റെ അസ്വസ്ഥമായ പ്രാണൻ ശരീരത്തിന്റെ അവശിഷ്ടത്തെ വിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ദൂരെ എങ്ങോ ആയതിനാൽ വിരുന്നുകാരനെ അവൻ തിരിച്ചറിഞ്ഞില്ല. മകനെ ഒറ്റ നോട്ടം കൊണ്ട് കണ്ട് സങ്കടവും വാത്സല്യവും അണപൊട്ടി ഒഴുകി അവന്റെ അരികത്ത് മുട്ടുകുത്തി കുനിഞ്ഞിരുന്നു. പാവം കുഞ്ഞിന്റെ ശിരസിൽ കൈയമർത്തി. അരികോടെ നെറ്റിയിലും മുടിയേകളിലും വിരലൊടിച്ചു. കവിളിലൂടെ കണ്ണീർ ചാലുകൾ മഴവെള്ളം പോലെ കുതിച്ചൊഴുകി. കണ്ണീരടർന്ന് വീണ് ആലസ്യത്തെ വ്യഞ്ചിച്ചപ്പോൾ അവൻ മീകൾ മെല്ലെ ഉയർത്തി. ആരോ അവ്യക്തമായി വിതുമ്പിക്കരയുന്നത് അവൻ കണ്ടു. ആരാണിത്? ഇയാൾ ആർക്ക് വേണ്ടിയാണ് കരയുന്നത്? ആളെ തിരിച്ചറിയാതെ തന്നെ മുഖത്തേക്ക് തുറച്ചു നോക്കി. അവൻ അദ്ദേഹത്തെ മറന്നു കഴിഞ്ഞിരുന്നു. ആരെയും ഓർത്തെടുക്കാൻ അവന് കഴിവുണ്ടായിരുന്നില്ല. മുഖം തിരിച്ചെടുത്ത് അവൻ പിറുപിറുത്തു. ആരാണ് നിങ്ങൾ? എന്നെക്കൊണ്ട് എന്ത് വേണം? എവിടെ നിന്ന് വരുന്നു? ഇത്രയും കാലം ഞാൻ നിന്ന് തിരയുകയായിരുന്നു, വൃദ്ധൻ പ്രതികരിച്ചു. ശബ്ദ പിതാവിന്റെ സ്മൃതി തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചറിഞ്ഞതോടെ ശിരസ് പിതാവിന്റെ കാൽമുട്ടിൽ അമർത്തി നിയന്ത്രണീതീതമായി തേങ്ങിക്കരഞ്ഞു. 2 പേരും പരസ്പരം കൈകളിൽ അമർന്നു. ഉമ്മ വെച്ചു. നീണ്ട നേരം ഗാഠമായ ആലിംഗനത്തിനമർന്നു.
കൊടുങ്കാറ്റ് ശാന്തമായപ്പോൾ മകന്റെ രൂപത്തെക്കുറിച്ചോർത്ത് പിതാവിന്റെ ഹൃദയം തകർന്നു. ചത്ത ഒരാൾ അവസാന വിധി ദിവസം കുഴിമാടത്തിൽ നിന്ന് നഗ്നനായി ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വൃദ്ധൻ തന്റെ യാത്രാസഞ്ചിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നല്ലൊരു ലീലൻ വസ്ത്രവും ചെരുപ്പും ഒരു തലപ്പാവും പുറത്തെടുത്തു. അവയെ പറ്റി മജ്നു ശ്രദ്ധിച്ചിരുന്നോ എന്നറിയില്ല. എന്തായാലും അനുസരണയുള്ള കുട്ടിയെ പോലെ എല്ലാം വന്നു. നിന്റെ പിതാവിന്റെ പ്രാണൻ, വൃദ്ധൻ പരിതപിച്ചു. തല ചായ്ച്ചിരിക്കുന്നത് എങ്ങനെയുള്ള സ്ഥലത്താണ്? ഇതാണോ നിന്റെ ഒളിത്താവളം? ക്രൂരവിദ്യയുടെ അസ്ത്രമുലയ്ക്ക് ഇരയാവാൻ വേണ്ടിയാണോ ഇവിടെ നീ കാത്തു കിടക്കുന്നത്? ചത്ത് ക്രൂരജന്തുക്കളാൽ കൊത്തി വലിക്കപ്പെടാനോ? നിന്നോട് ഞാൻ കേണപേക്ഷിക്കുന്നു, ഇനിയും സമയമുണ്ട്, രക്ഷപ്പെട്. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കൂടെയുള്ള തെണ്ടിപ്പട്ടിക്ക് ഇതിനേക്കാൾ നല്ല ജീവിതമുണ്ട്. ഇത്ര ദൂരേക്ക് നീ ഓടിപ്പോകുന്നത് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ജീവിതം മുഴുവൻ എവിടെയും എത്തിച്ചേരാതെ ഓടേണ്ടി വരും. നീ തളരും, ക്ലേശപൂർണ്ണനായിത്തീരും. ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ച് എന്ത് പുണ്യം കിട്ടും? ആര് സഹായിക്കും? വെള്ളപ്പൊക്കത്തിൽ കരയടിഞ്ഞ് തകരുന്ന ഒരു അരുവിയുടെ മെത്തയാണോ നിനക്ക് വേണ്ടത്? ഭൂകമ്പത്തിൽ പിളരുന്ന ഒരു പർവ്വതം. വേദനകളെ നീ മറികടക്കണം, അല്ലെങ്കിൽ നീ ഇരുമ്പ് കൊണ്ട് തീർന്നതായാൽ പോലും നിന്നെ അത് വാരി വീഴുന്നു. ഇക്കാലം അത്രയും ഒരു കലാപകാരിയുടെ മനസ്സ് നിനക്ക് വേണമായിരുന്നു. മതി, ഇനിയെങ്കിലും ലോകത്തെ അതായി ഉൾക്കൊള്ളാൻ പഠിക്ക്. കൊടുങ്കാട്ടിൽ മൃഗങ്ങൾക്കിടയിലുള്ള ഒരു മൃഗത്തിന്റെ ജീവിതം അവസാനിപ്പിക്ക്. പർവ്വത ഗുഹകളിൽ നീ ഒളിച്ചിരിക്കാതിരിക്കുക. കവിത പാടുന്ന പിശാച്, സ്വന്തം ചോര തന്നെ ഊറ്റി കുടിക്കുന്ന അട്ട. നിനക്കിപ്പോൾ വേണ്ടത് ക്ഷമയാണ്. മറ്റെന്തൊക്കെ നിനക്ക് ചിന്തിക്കാനുണ്ട്? നിസ്സാര കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തണം. നിന്നെ തന്നെ പ്രലോഭിപ്പിക്കണം, ഉല്ലാസം കണ്ടെത്തണം. തമാശ, പൊട്ടിച്ചിരി, ലീല വിനോദങ്ങൾ എന്തുമാവട്ടെ, കാറ്റിന്റെ കുതിപ്പ് പോലെ ക്ഷണികമായ എന്തിനും ആനന്ദം കണ്ടെത്തണം. അതാണ് ജീവിതം. നിമിഷങ്ങൾ തരുന്ന വാഗ്ദാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് നോക്കേണ്ടതില്ല. ആ നിമിഷം ആനന്ദിക്കുക, അത് മാത്രമാണ് കാര്യം. ഈ ലോകത്തിൽ നീണ്ടു നിൽക്കുന്ന എന്തുണ്ട്? ഇന്ന് എന്തുണ്ടോ അത് ആസ്വദിക്കുക. ഇന്ന് കൊയ്തത് എന്തോ അത് ഭക്ഷിക്കുക. നാളെ ഒരിക്കലും വിശ്വസിക്കരുത്. നിന്റെ ദിവസം ഇന്നാണ്. നാളെ കഴിഞ്ഞാൽ മരണത്തിന്റെ കൈപ്പിടിയിലാവില്ലെന്ന് എങ്ങനെ അറിയാം? പിന്നെ പരിതപിച്ചിട്ട് എന്ത് കാര്യം? നീ നേടിയതല്ലാതെ മറ്റൊന്നും കണക്കിൽപ്പെടില്ല. ഒരു പെണ്ണണിക്കുന്നതിനു വേണ്ടി അവൾ നെയ്തെടുത്തതാണ്. പുരുഷൻ അവൻ വിതയ്ക്കുന്നത് മാത്രം കൊയ്യുന്നു. ഒരു ദിവസം നിനക്കും ഖ്യാതി നേടണം എന്നുണ്ടെങ്കിൽ ഇന്നേ ആരംഭിക്കണം. നിന്റെ ജീവിതം മരണത്തിന്റെ കയ്യിലായിരുന്നു എന്ന് കരുതി പെരുമാറുക. പിന്നെ അവൻ വരുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. സ്വന്തം മരണം വരിക്കുന്നവർക്ക് അവന്റെ നഖപ്പഴുതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന പ്രതീക്ഷ വെക്കാനൊക്കൂ. പ്രതീക്ഷയോടെ വൃദ്ധൻ തുടർന്നു. എല്ലാ സങ്കടങ്ങൾക്കും ഒരു അറുതിയില്ലേ? ഒരു പട്ടിക്ക് പോലും കൂട്ടുണ്ട്. നീ ഒരു മനുഷ്യനാണ്. അതിനാൽ ഒരു മനുഷ്യന്റെ ജീവിതം ജീവിക്കുക. അല്ലാതെ മനുഷ്യരൂപം പൂണ്ട മരുഭൂമിയിലെ ഭൂതമോ വേതാളമോ ആണ് നീ. എന്നാൽ പോലും ഒരു മനുഷ്യന്റെ ജീവിതം സ്വീകരിക്കുക. അല്ലെങ്കിൽ താമോ ലോകങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഓ എൻ്റെ പൊന്നെ, മോനെ, കുറച്ചു ദിവസമെങ്കിലും എൻ്റെ കൂടെ നീ കഴിയുക. നിനക്ക് വേണ്ടി എൻ്റെ രാവ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നീ തിരസ്കരിക്കുകയാണെങ്കിൽ നാളെ എന്നെ തേടിയിട്ട് പ്രയോജനമില്ല. എനിക്ക് പോകാതെ വയ്യ. പിന്നെ നീ വേണം എല്ലാം ഏറ്റെടുക്കാൻ. എൻ്റെ കഷ്ടപ്പാടൊക്കെ അധികം വൈകാതെ തീരും. പിന്നെ നിനക്ക് സന്തോഷമായി കഴിയാം. നോക്ക്, എൻ്റെ സൂര്യൻ താഴ്ന്നു മുങ്ങി തുടങ്ങി. ഒരു നീണ്ട ദിവസത്തിന്റെ മൂടലിൽ ഇരുണ്ട് അസ്തമയം എന്നെ കാത്തിരിക്കുന്നു. മോനെ, എൻ്റെ ആത്മാവിന് ചിറകുകൾ വെച്ചു തുടങ്ങി. ദയവ് ചെയ്ത് നീ വരിക, വൈകിക്കരുത്. എൻ്റെ സ്ഥാനം നീ ഏറ്റെടുക്കുക. അത് നിനക്ക് അവകാശപ്പെട്ടതാണ്. വരൂ. മജ്നു പിതാവിന്റെ വാക്കുകൾ മിഴി താഴ്ത്തി നിശബ്ദനായി നിന്ന് കേട്ടു. പിതാവ് ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു, തിന്നു, കുടിച്ചു, മറ്റുള്ളവരെ പോലെ വസ്ത്രം ധരിച്ചു, കവിത നിർമ്മിക്കൽ നിർത്തി. വീട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് പിതാവ് പറയുന്നത് ശാന്തനായി കേട്ടു. വൃദ്ധനെ കബളിപ്പിക്കുന്നതിൽ മകൻ വിജയിച്ചുവോ? യഥാർത്ഥത്തിൽ ഭൂമിയിൽ അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള അവസാന നാളുകളിൽ എല്ലായ്പ്പോഴും കൂടെ തന്നെ കഴിയണമെന്ന് ആത്മാർത്ഥമായി അവൻ ആഗ്രഹിച്ചു. പക്ഷേ അവൻ്റെ കരുത്തിനപ്പുറത്തായിരുന്നു അത്. കളവ് പറയാനാവാതെ കാരുണ്യം, പശ്ചാത്താപം, ലജ്ജ എന്നിവയെല്ലാം കൂടി അവനെ കഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു ദിവസം പിതാവിനോട് അവൻ പറഞ്ഞു, എൻ്റെ ആത്മാവിന് ഉയിര് നൽകുന്ന ശ്വാസമാണ് അങ്ങ്. കുരുക്കളുടെ കെട്ടഴിച്ച് ഉണ്മയെ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ വെളിവാക്കി തരുന്ന അങ്ങയുടെ ഉപദേശങ്ങളുടെ വിനീത ദാസൻ മാത്രമാണ് ഞാൻ. അങ്ങയെ അനുസരിക്കാൻ ഞാൻ വേണ്ടതൊക്കെ ചെയ്തു. അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നന്നായി അറിയുകയും ചെയ്യാം. പക്ഷേ ഒട്ടും കഴിയുന്നില്ല.
പ്രിയ പിതാവേ, അതെന്റെ കുറ്റമാണ്. വിവേകത്തിന്റെ കരുക്കൾ കൊണ്ടാണ് അങ്ങ് നാണയമറിയുന്നത്. എന്റേതാകട്ടെ പ്രണയത്തിന്റെ കരുവും. അതിനു മാറാനാവില്ല. എന്റെ പൂർവ്വകാലത്ത് തന്നെ ഞാൻ മറന്നത് അങ്ങ് കണ്ടതാണല്ലോ. എന്റെ സ്മൃതി ശൂന്യമാണ്. ഊക്കൻ കൊടുങ്കാറ്റ് എനിക്ക് സ്വന്തമായിരുന്നതിനെയൊക്കെ തൂത്തുവാരി കളഞ്ഞു. പ്രിയ പിതാവേ, ഞാൻ ആരായിരുന്നുവോ ആ മനുഷ്യനിന്നില്ല. എന്തു പറ്റി എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉത്തരമില്ല. ഒന്നും ഞാൻ ഓർക്കുന്നില്ല. ഒന്നു മാത്രം അറിയാം, അങ്ങ് എൻ്റെ പിതാവാണ്, ഞാൻ പുത്രനും. പക്ഷേ അങ്ങയുടെ പേര് പോലും ഞാൻ മറന്നു. എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ ഘട്ടത്തിൽ തൻ്റെ ഭാവിയെക്കുറിച്ച് പെട്ടെന്ന് മജ്നുവിന് ബോധ്യം വന്നു. അവൻ ഉച്ചത്തിൽ ഘോഷിച്ചു, അങ്ങനെ മാത്രമല്ല എനിക്ക് നഷ്ടപ്പെട്ടത്, എന്നെ കൂടിയാണ്. എന്നിലേക്ക് തന്നെ തിരിഞ്ഞ് ഞാൻ ചോദിക്കാറുണ്ട്, ആരാണ് നീ? നീ പ്രണയത്തിലാണോ? ആരുമായി? ആരാലാണ് നീ പ്രണയിക്കപ്പെടുന്നത്? ഒരു അഗ്നിജ്വാല എൻ്റെ ഉള്ളിൽ എരിയുന്നു, വലുപ്പം അളക്കാനാവാത്ത ജ്വാല. എൻ്റെ ഉണ്മയെ തന്നെ അത് ചാമ്പലാക്കി. ഞാൻ എവിടെ ജീവിക്കുന്നുവെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എന്ത് കഴിക്കുന്നുവെന്ന് ഇപ്പോഴും രുചിക്കാനാവുന്നില്ല. എൻ്റെ തന്നെ കാടത്തത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാട്ടുജന്തുക്കളുമായി കൂട്ടുകൂടി ഞാനും ഒരു കിരാതനായി കഴിഞ്ഞു. മനുഷ്യരുടെ ലോകത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ പണിപ്പെടരുത്. വിശ്വസിക്കുക, അവർക്ക് ഞാനൊരു അപരിചിതനായിരിക്കും. ഈച്ചവിഷം തീണ്ടി ഒരു മത്തങ്ങ പച്ചക്കറിത്തോട്ടത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മറ്റുള്ളവരെ അത് തീണ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ മരണത്തിന് നേരെ വലിച്ചുവെക്കപ്പെട്ടവനാണ്. എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് മൃത്യു. താങ്കൾക്കൊരു മകനുണ്ട് എന്ന കാര്യം ഓർക്കാനേ കഴിയാതിരുന്നെങ്കിൽ, ലോകത്തിൽ ജന്മമെടുത്തവരുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് കീറിക്കളയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നെ ഇവിടെ തന്നെ കുഴിച്ചുമൂടി അങ്ങേക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഒരു വിഡ്ഢി, കുടിയനായൊരു ഭ്രാന്തൻ, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാത്തവൻ. പ്രിയ പിതാവേ, അങ്ങ് പറയുന്നു അന്ത്യയാത്ര ആരംഭിക്കണമെന്ന്. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെന്ന്. പക്ഷേ വളരെ വൈകിപ്പോയി. രണ്ടുപേരും വൈകിക്കഴിഞ്ഞു. ഇത് ശരത്കാലമാണ്. ഇവിടെയും എൻ്റെ ഉള്ളിലും. മരിച്ചവൻ മരിച്ചവനു വേണ്ടി വിലപിക്കാതിരിക്കട്ടെ. പ്രിയ പിതാവേ. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മജ്നു ഇനിയും തൻ്റേതായിരിക്കില്ലെന്ന് പിതാവിന് ബോധ്യമായി. അവനെ തിരിച്ചു കൊണ്ടുപോകാനുമാവില്ല. അവൻ പ്രണയ സാമ്രാജ്യത്തിലെ തടവുകാരനാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ. മജ്നുവിനെ തൻ്റെ കൈയോട് ചേർത്ത് സെയ്ത് തുടർന്നു. വേദനയിൽ നീ നിന്നെ തന്നെ ഉപഭോഗം ചെയ്യുന്നു. നിന്റെ കരൾ നീ തന്നെ തിന്നു തീർക്കുന്നു. നീ എൻ്റെ അടിമയാണ്, എൻ്റെ രാജാവും. എന്തായാലും ഇപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അടങ്ങാം. നമ്മൾ രണ്ടുപേരുടെയും കണ്ണീർ ഒത്തുചേർന്ന് ഒറ്റ ധാരയായി ഒഴുകുന്നു. അവ എന്നെ സംശുദ്ധനാക്കും. യാത്രക്കായി ഞാൻ ഒരുക്കിയിട്ടുള്ള മഞ്ചത്തിൽ വിസ്മയകരമായ പല കനവുകളും കരുതിയിട്ടുണ്ട്. എന്നെയൊന്ന് മുറുക്കി പിടിക്ക്. ഈ യാമത്തെ ഏറ്റവും നന്നായി പോഷിപ്പിക്കണം. അത് നീണ്ടു നിൽക്കണം. ഞാനും എൻ്റെ മാറാപ്പും ഈ ഭൂലോകത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. നിന്റേതിൽ നിന്ന് വളരെ വളരെ ദൂരെയല്ല എൻ്റെ ലോകമെന്ന് നിനക്ക് തോന്നുന്നില്ലേ? ഞാൻ വാടിക്കരിഞ്ഞു. നിന്റെ കഷ്ടപ്പാട് ഇപ്പോൾ എൻ്റേതു കൂടിയാണോ? ഇനി എനിക്ക് നിന്നെ ഇങ്ങനെ കാണാനായെന്ന് വരില്ല. നിന്നോട് വിട പറയട്ടെ. എന്നെ കാത്തു നിൽക്കുന്ന നൗക തിരിച്ചു വരില്ല. വിട. ഞാൻ ചെല്ലുന്നിടത്ത് ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിന് കാത്തു നിൽക്കുന്നുണ്ടാകും. വിട. എന്നിൽ നിന്ന് എന്നെ പുറത്തേക്കെടുത്ത് കഴിഞ്ഞതായി എനിക്ക് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും വൈകിട്ടില്ലല്ലോ. നമ്മുടെ യാത്രാസംഘം അതിൻ്റെ മാർഗത്തിൽ തന്നെയല്ലേ? വിട. ഈ ലോകത്ത് നമ്മളിനി ഒരിക്കലും കണ്ടുമുട്ടുകയില്ല. വൃദ്ധൻ വാസ്തവം തന്നെയാണ് പറഞ്ഞത്. വീട്ടിലെത്തി അധികം കഴിയും മുമ്പ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ വഷളായി. ആത്മാവ് ചിറകുകൾ നിർത്തി 2 ദിവസം ആകാശത്തിൽ ചിറകിട്ടലിച്ചു. പിന്നെ തൻ്റെ ബന്ധനങ്ങൾ തകർത്ത് സത്യസിംഹാസനത്തിനരികെയുള്ള വിശ്രമ സങ്കേതം തേടി സ്വർഗപക്ഷി പറന്നുയർന്നു. ഭൂമിക്ക് അവകാശപ്പെട്ടവ അവൾക്ക് തന്നെ തിരിച്ചു കിട്ടി. ഈ ലോകത്തിൽ ഒരു അപരിചിതനായി രാത്രിയിലെ ചന്ദ്രനെ പോലെ അസ്വസ്ഥനായി അലയുന്നവന് ശാന്തി ലഭിക്കും. മിന്നൽ പോലെയാണ് മനുഷ്യജന്മം. മരിക്കാനായി ജനിക്കുന്നു. വേദനകളുടെ ഗേഹത്തിൽ അവൻ നിത്യത കാംക്ഷിക്കുന്നില്ല. ഇവിടെ വിശ്രമിക്കാനായി സ്ഥിരവാസം ഉറപ്പിക്കുന്നില്ല. ഇതൊരു നാശലോകമാണ്. വൈകി മാത്രമേ അത് ബോധ്യപ്പെടൂ. നിങ്ങൾക്കുറ്റ മരണം തന്നെ മരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ നിന്നകന്ന് കണ്ണീർ തൂങ്ങി നിത്യജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധികർത്താവ്. നിങ്ങളുടെ മരണം, നിങ്ങളുടെ ജീവിതം. നന്മ നന്മയോട് ചേരും, തിന്മ തിന്മയോടും. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതിനെ വെളിവാക്കിക്കൊണ്ട് പർവ്വത ശിഖരങ്ങളിൽ നിന്ന് നിങ്ങളുടെ രഹസ്യം പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലാണ് ഇത് നടന്നത്. അമീർ ഗോത്രത്തിലെ ഒരു വേട്ടക്കാരൻ നജദ് മരുഭൂമിയിൽ മാനിനെ വേട്ടയാടുകയായിരുന്നു. ഒരു വൈകുന്നേരം മജ്നുവും അയാളും കണ്ടുമുട്ടി. മജ്നു അയാളുടെ ഇരയായിരുന്നില്ല. പക്ഷേ വാളിന്റെ മൂർച്ചയുള്ള നാക്ക് അവനെ വേട്ടയാടി. ഇവിടെ വെച്ചാണോ നിന്നെ കാണുന്നത്? അയാൾ ഉറക്കെ പറഞ്ഞു. നിന്റെ ആളുകളിൽ നിന്നൊക്കെ അകന്ന് ലേലയെ അല്ലാതെ മറ്റാരെങ്കിലും നിനക്കറിയാമോ? തന്തയെയും തള്ളയെയും വരെ മറന്നു. ഒരു നാണക്കേട് നിനക്ക് തോന്നുന്നില്ലേ? നാണം കെട്ടവൻ. നിന്നെപ്പോലൊരു സന്താനം മണ്ണിനടിയിൽ പോവേണ്ടതാണ്, മുകളിലല്ല.
നിന്റെ പിതാവിനെ ജീവനോടെ വിട്ടിട്ടാവാം നീ പോകുന്നത്. പമ്പര വിട്ടി. എന്തായാലും ആളിപ്പോയില്ല. നീ ഒറ്റക്ക് നീണ്ടുവായുമോ? ഇപ്പോഴെങ്കിലും ആ മനുഷ്യനെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? പോടോ. തന്തയുടെ കുയിമാടത്തിലാണ് നീ ഇപ്പോൾ ഉണ്ടാവേണ്ടത്. മരിച്ചവരോട് കാണിക്കാവുന്ന ഈ അവസാന മമതയിന് കൊറ്റിൽ ജീവനുണ്ടായിരുന്നപ്പോൾ നീ കാണിച്ചു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ആ ആത്മാവിനോട് പോയി മാപ്പ് ചോദിക്ക്. അയാളുടെ വാക്കുകൾ മജ്നുവിന് കിട്ടിയ കനത്ത അടിയായിരുന്നു. ഒരു നീണ്ട ആക്രോശമായിരുന്നു അവന്റെ മറുപടി. അവന്റെ ശരീരം ഞെരിപിരി കൊണ്ടു. അക്രമവേഗത്തിൽ കമ്പികൾ വീട്ടുന്ന ഒരാളുടെ കയ്യിലെ വീണ പോലെ അവൻ കാണപ്പെട്ടു. അവൻ കുയഞ്ഞു വീണ് നെറ്റി പല പ്രാവശ്യം തറയിൽ ചെന്നിടിച്ചു. മോഹലാസത്തിൽ നിന്ന് മോചിതനായപ്പോൾ രാവും പകലും ഗൗനിക്കാതെ പിതാവിന്റെ ശവകുടീരത്തിലേക്ക് അവൻ കുതിച്ചു. പ്രാണവേദന മോഹലാസ്യത്തിലേക്ക് പിന്നെയും അവനെ വലിച്ചെറിഞ്ഞു. തന്നെ രക്ഷിക്കാനായില്ലെങ്കിലും പിതാവ് വേദന പങ്കിട്ടിരുന്നു. അവരുടെ കണ്ണീർ ഇഴുകിച്ചേർന്നിരുന്നു. ഇപ്പോൾ അവൻ്റേത് ഒറ്റയ്ക്ക് താഴേക്ക് പതിക്കണം. നൊമ്പരം കൊണ്ട് പിടഞ്ഞ് പിതാവിൻ്റെ അവശിഷ്ടങ്ങളിൽ അവൻ വിരൽ കൊണ്ടൊന്ന് മാന്തി. ഒന്ന് പ്രതികരിക്കാൻ പിതാവിനോട് പൊട്ടിക്കരഞ്ഞു. പിതാവേ, അങ്ങ് എവിടെയാണ്? എവിടെ ഞാൻ പോയി അന്വേഷിച്ചു കണ്ടെത്തും? അങ്ങ് എങ്ങനെയൊക്കെ എന്നെ കാത്തുരക്ഷിച്ചു. എനിക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചു. അങ്ങിവിടെ ഇല്ലാതായപ്പോൾ ആരോട് ഞാനൊന്ന് മിണ്ടും? ഞാനൊരു നല്ല പുത്രനായിരുന്നെങ്കിൽ അങ്ങ് എത്ര സന്തോഷിച്ചിരുന്നേനെ. ഞാൻ അങ്ങയെ ഈ കുഴിമാടത്തിലേക്ക് തള്ളിയിട്ടു. ഓ, അങ്ങ് നഷ്ടപ്പെട്ടത് താങ്ങാനേ ആവുന്നില്ല. ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ പഠിച്ചു. പക്ഷേ എത്ര വൈകി. അങ്ങയെ വേർപ്പെടുക എത്ര യാതനാപൂർണമാണ്. അങ്ങൻ്റെ കൂട്ടുകാരനായിരുന്നു, രക്ഷകൻ, എൻ്റെ കരുത്തിൻ്റെ നെടുംതൂൺ. അങ്ങായിരുന്നു എൻ്റെ യജമാനൻ. എൻ്റെ ദുരിതങ്ങൾ അറിഞ്ഞ് എന്നോടൊപ്പം തന്നെ നിന്നു. എല്ലാം സഹിച്ചു. ഞാനിപ്പോൾ ആര്? അങ്ങില്ലാതെ ഏകൻ. അങ്ങ് പോയിട്ട് ഞാനെന്തിനു ബാക്കിയായി? എൻ്റെ പരാജയത്തിൽ എന്നെ അധിക്ഷേപിക്കരുതേ. അങ്ങയുടെ മുന്നിൽ ഞാൻ ശൂന്യൻ, നാണം കെട്ടവൻ. പ്രാണസങ്കടത്തിലും പശ്ചാത്താപത്തിലും കുതിർന്ന് മജ്നു ദീനവിലാപം തുടർന്നു. എനിക്കറിയാം, എൻ്റെ നന്മ മാത്രമേ അങ്ങ് കരുതിയിരുന്നുള്ളൂ. അങ്ങ് മാന്യൻ, ഞാൻ കഠിന ചിത്തൻ. അങ്ങ് ഊഷ്മളത വാഗ്ദാനം ചെയ്തു, ഞാൻ തണുത്തു പ്രതികരിച്ചു. എന്നേക്കാൾ 1000 മടങ്ങ് അങ്ങ് സഹിച്ചു. എന്നിട്ടും ഞാൻ വന്നില്ല. എനിക്കൊരു ശയ്യ ഒരുക്കി, ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങൊരു വിരുന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങ് നട്ടു വളർത്തിയ വൃക്ഷത്തിലെ ഫലത്തിന്റെ രുചി പോലും നോക്കാതെ ഞാൻ വെട്ടിവീഴ്ത്തി. പ്രിയ പിതാവേ, എല്ലാം എനിക്കറിയാം. എനിക്കൊന്നും ബാക്കിയില്ല. തീരാത്ത ദുരിതവും ഒടുങ്ങാത്ത ദുഃഖവും മാത്രം. ഹൃദയത്തിന്റെ ഒരു കോണിൽ അങ്ങ് എനിക്കായി ഒരു ഭവനം പണിതു. വിധിയുടെ കുരുമ്പ് അതെന്നിൽ നിന്നും തട്ടിപ്പറിച്ചു. ഞാനും അവിടേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ വീട്ടിൽ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു. പൊടുന്നനെ അങ്ങ് പോയി, ഞാൻ ബാക്കി. എൻ്റെ പാപം എത്ര കഠിനം. എനിക്കറിയാം, എൻ്റേതാണ് തെറ്റ്, എനിക്കുള്ളതാണ് ദുരിതം. അങ്ങനെ മജ്നു വിലപിച്ചു. കൊടും നിരാശയിൽ പിളർന്ന ഹൃദയത്തെ അവൻ പിച്ചു ചീന്തി. രാവിന്റെ കരിങ്കൊടി താഴ്ന്ന് അവനെയും അവന്റെ നൈരാശ്യത്തെയും ആവരണം ചെയ്തു. പുതുദിനം പർവ്വതത്തിന്റെ ഉച്ചിയിൽ കയറുന്നത് വരെയും സൂര്യൻ പൂയിയെ പൊന്നാക്കും വരെയും അവൻ ആ കുഴിമാടത്തിനരികിൽ കഴിച്ചുകൂട്ടി. നശ്വരതയുടെ കരിനിയൽ പോലെ നെജദിലെ ഗുഹകളിലേക്കും മലയിടുക്കുകളിലേക്കും അവൻ മടങ്ങി. പിതാവിന്റെ മരണശേഷം വിജന പ്രദേശം മാത്രമായി അവന്റെ അഭയ കേന്ദ്രം. അശാന്ത ചിത്തനായി മലയിടുക്കുകളിലെ ദുർമാർഗങ്ങളിലൂടെ കൊടുങ്കാറ്റ് പോലെ അവൻ പാഞ്ഞു. അതുവരെ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ചെങ്കുത്തായ പാറകളിൽ അവൻ വലിഞ്ഞു കയറി. ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നിധി തേടി അലയും പോലെ അവൻ അവിടെയും ഇവിടെയും കാണപ്പെട്ടു. പാറയോട് ചേർന്ന ഒരാളെ പോലെ, പാറയിൽ ചുറ്റിപ്പടരുന്ന കാട്ടുതുളസി പോലെ അവൻ ദൃശ്യനായി. പക്ഷേ ഈ മനുഷ്യ വ്യാകുല പുഷ്പം അതിൻ്റെ മുകുളത്തിൽ മാരകമായൊരു വ്യസനം പേറിയിരുന്നു. അതിൻ്റെ പേരാണ് ലൈല. അവൻ വേട്ടയാടിയിരുന്ന നിധി അവളായിരുന്നു. അവൻ്റെ ജീവിതം അത് നേടാനുള്ള വെമ്പലല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. രാവും പകലും ആ തീനാളം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. അവളൊടുത്ത് കഴിയുന്ന ഒരു ഭവനത്തിന് വേണ്ടിയുള്ള ഒടുങ്ങാത്ത അഭിനിവേശമാണ് സ്വന്തം വീട്ടിൽ നിന്ന് അവനെ തുരുത്തിയത്. ദൂരെ കാണുന്ന ഓരോ കൂടാരത്തിലേക്കും വൈത്താവള വെളിച്ചങ്ങളിലേക്കും ഈയാമ്പറ്റയെ പോലെ അവൻ ആകർഷിക്കപ്പെട്ടത് പ്രിയതമയുടെ ഗൂഢ സന്ദേശങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു. ഒരു ദിവസം അവനെ അറിയുന്ന, അല്ലെങ്കിൽ അവനെ കേട്ടറിഞ്ഞ ഒരു കൂട്ടം ആളുകളെ അവൻ കാണാനിടയായി. അറബികൾക്കിടയിൽ അവനെക്കുറിച്ച് അറിയാത്തവരോ കേൾക്കാത്തവരോ ആരും ഉണ്ടായിരുന്നില്ല. തൻ്റെ കാൽച്ചുവട്ടിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഒരു കടലാസ് കഷ്ണത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ പെട്ടെന്ന് പാളിപ്പോയ നിമിഷത്തിലാണ് അവരവനെ സൂക്ഷിച്ചു നോക്കിയത്. അപരിചിതമായൊരു കൈപ്പട, അതിൽ ലൈല, മജ്നു എന്നീ 2 വാക്കുകൾ എഴുതിയിരുന്നു. അവരുടെ ആത്മാർത്ഥ സ്നേഹത്തിനുള്ള ആരുടെയോ സമർപ്പണം. രണ്ടും വെറും പേരുകൾ കൂട്ടി യോജിപ്പിച്ച് എഴുതിയിരുന്നു എന്നല്ലാതെ മറ്റൊന്നുമല്ല.
അത് വലിച്ചെടുത്ത് മജ്നു ഒന്ന് നോക്കി. രണ്ടായി കീറി. ലൈലയുടെ പേരുള്ള ഭാഗം ചുരുട്ടിക്കൂട്ടി അശ്രദ്ധമായി വലിച്ചെറിഞ്ഞു. തന്റെ പേരുള്ള ഭാഗം കയ്യിൽ തന്നെ സൂക്ഷിച്ചു. ഈ പ്രവൃത്തി കണ്ട് അവിടെ ഉണ്ടായിരുന്നവർക്ക് വല്ലാത്ത വിസ്മയം തോന്നി. കവിയെ ചുറ്റി നിന്ന് ആശ്ചര്യത്തോടെ അവർ ചോദിച്ചു, എന്താണ് ഇതിനർത്ഥം? ദയവ് ചെയ്ത് പറയൂ. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ പരസ്പരം ചേർത്തു മുറുക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ഇതാ അങ്ങയെ അവളിൽ നിന്നും വേർപെടുത്തുന്നു. എന്തുകൊണ്ട്? കാരണം മജ്നു പറഞ്ഞു, ഒരു നാമം രണ്ടിനേക്കാൾ ശ്രേഷ്ഠമാണ്. രണ്ടുപേർക്കും കൂടി ഒന്നേ വേണ്ടൂ. ഒരു പ്രണയിയായിരിക്കെ എന്നതിൻ്റെ പൊരുൾ അറിയാമെങ്കിൽ ഒരാൾ മാത്രമേ അയാളുടെ തല തിന്നാവൂ എന്ന് നിങ്ങൾ തിരിച്ചറിയും. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ വെളിയിലായി പോവും. മറുപടി അവരെ തൃപ്തരാക്കിയില്ല. ശരി, അവർ പറഞ്ഞു, രണ്ടുപേർക്കും കൂടി ഒരു പേര് മതിയെന്നാണ് നിങ്ങൾ പറയുന്നത്. ശരിയാവാം. അപ്പോൾ ലൈലയെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ മാത്രം നിലനിർത്തുകയാണോ? എന്തുകൊണ്ട് മറിച്ചായിക്കൂടാ? കാരണം മറ്റുള്ളവർക്ക് പുറന്തോട് മാത്രമേ കാണാനൊക്കൂ, ഉള്ളിലേതിന് പറ്റില്ല. മജ്നു പറഞ്ഞു. മനസ്സിലായോ? പേര് പുറന്തോട് മാത്രമാണ്. ആ പുറന്തോടാണ് ഞാൻ. മുഖാവരണം. മുഖാവരണത്തിനടിയിലെ മുഖം അവളുടേതാണ്.